എനിക്കിതൊന്നും അറിയില്ല അച്ഛയ. അയാൾ എന്നെ വഞ്ചിക്കായിരുന്നു. മഹാഭാവി, എന്റെ മോള് പിഴച്ചെങ്കിൽ പെറുമെന്നല്ലേ ഉള്ളൂ. ഈ അറിവുല നീ എന്തിനു ചെയ്തടാ? പടച്ചോനെ, ആ പഹയന്മാരിങ്ങ എത്തിയല്ല. കാരണ വിറ്റതുമില്ല. എന്നും ചക്കാത്ത് തരാൻ ഇവിടെ എന്താ തുറന്നു വെച്ചോണ്ടിരിക്കുക? ചക്കാത്തടി ചന്തപ്പിരിവ്. ചന്തപ്പിരിവ്. പിന്നെ എന്നും രാത്രി വീട്ടിൽ വന്ന് കയറുന്നത് കുന്തം പിരിക്കാനാ? അയ്യോ എന്റെ കർത്താവേ! അയ്യോ, ഇന്ന് കച്ചവടം മോശ. ആകെ വിറ്റ് 4 അണയാ. ഇതാ നിന്റെ 4 അണ. മത്തായി. ചന്തക്കകത്ത് കയറിയാൽ അന്ന് മുട്ടുകാലിൽ ഏഴേണ്ടി വരും. പറഞ്ഞേക്കാം. മത്തായി, എന്തിനാ മോനെ നീ ഈ വഴക്കും വക്കാണത്തിനും ഒക്കെ പോകുന്നത്? പിന്നെ ഇക്കാലത്തെല്ലാം ഞാൻ നോക്കി നിൽക്കണം. നമുക്ക് വേണ്ടി നീ ഇത്രയും തല്ല് കൊള്ളണ്ടായിരുന്നടാ മോനെ. വാ, നമുക്ക് വീട്ടോട്ട് പോവാം. നിന്റെ പോലീസ് പിടിച്ചേ പിന്നെ നിന്റെ അപ്പൻ ഒരു പ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കും. ആരോടും മിണ്ടൂല്ല, ഒന്നും കഴിക്കൂല. ആയിരിക്കും നമ്മുടെ കടയിൽ വന്ന ഒരു ചുക്ക് കാപ്പി കൊടുത്താ കുടിച്ചാലായി. അങ്ങനെ അധികം നാള് നടക്കേണ്ടി വന്നില്ല. അതിനുമ്പോ പടച്ചോൻ അങ്ങ് വിളിച്ച്. നിന്നെ വിഷമിപ്പിക്കാൻ നമ്മൾ പറഞ്ഞല്ല. ആമിന. എന്താ ഉപ്പാപ്പ? ആമിന, ഓളങ്ങ് പെരുത്ത് വലുതായി മോനെ. ഇത് കേട്ടോ മത്തായിക്ക, ഈ ഉപ്പാപ്പ എപ്പോഴും ഇങ്ങനെയാ. ഓളുടെ ഉമ്മാനെ കെട്ടിച്ചു വിടുമ്പോ ഓളുടെ അത്ര വയസ്സില്ലായിരുന്നു. ആമിനയുടെ വാപ്പ ഇവിടെ വരാറില്ലേ? എന്നെ മോളുടെ മയ്യത്ത് കാത്തിരുന്നവനാവൻ. ഇപ്പോ 2ാം കെട്ടിയവളുടെ വീട്ടിലാണെന്ന് കേട്ടു. എന്റെ മോളെ പടച്ചോൻ വിളിക്കുന്നതിന് മുമ്പ് ഈ പേരക്കളാമിനെ നമ്മളൊക്കെ സമ്മാനമായിട്ട് തന്നു. ഇവക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നീ കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. മോളെ, ഈ കക്കൈ വെള്ളം ചൂടായി കൊടുക്കും. വേണ്ട, ഞാൻ പുഴയിൽ പോയി കുളിച്ചോളാം. വേഗം വരണം, ഞാൻ നെയ്ച്ചോറ് വെച്ച് കാത്തിരിക്കും. എന്നാ നിന്റെ കല്യാണത്തിന് നാട്ടുകാർക്ക് മുഴുവൻ നെയ്ച്ചോറ് വെച്ച് കൊടുത്തേക്കാം.
നീ അല്ലടാ മാർക്കറ്റിൽ അടിയുണ്ടാക്കി മത്തായി. അയ്യോ യവന്മാരെ അത് മിണ്ടാലോ. നടക്കടാ. മത്തായി, നീ കുടിച്ചാ മത്തായി പോവല്ലടാ. മര്യാദക്ക് കാര്യങ്ങളൊക്കെ കിളി പറയുന്നത് പോലെ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ നീ ആരടിച്ചു, എന്തിനടിച്ചു, എന്തുകൊണ്ടടിച്ചു, എപ്പോഴടിച്ചു, ഇവയ്ക്ക് എവിടെ വെച്ചടിച്ചു നീ പറയില്ലല്ലടാ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. നീ ആരോടാ കളിക്കുന്നതെന്ന് അറിയാമോ? ഇടിക്കട്ടക്കുട്ടൻ പിള്ളയുടെ കൈവെട്ടവൻ പിന്നെ പിഴച്ചിട്ടില്ല. നാളെ പുതിയ ഏമാൻ ചാർജ് എടുക്കുന്ന ദിവസാ. കുടുംബത്തിൽ ഇവിടെ തന്നെ കൊടുത്തേക്കാം. എടാ കൊച്ചുപത്തായി, നാളെ വരുന്ന ആരാണെന്ന് അറിയാമോ? കരടിയാണ്, കരടി രാജശേഖരൻ. ശരി, ഇവനകത്താക്ക്. നിങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എന്ത് പരിപാടി? ഈ തന്തയെ തല്ലുന്ന പണി. ഇനി എന്റെ ശരീരത്തിൽ തൊട്ടുപോകരുത്. എന്തൊരു ധൈര്യം! അടച്ചുപൂട്ടിയ ഗേറ്റിനുള്ളിൽ തോക്കും പിടിച്ച് കാവൽക്കാരൻ നിന്നാൽ നിങ്ങൾ 4-5 പേർക്ക് കൂടി ഒരുത്തനെ എന്തും ചെയ്യാവുന്നല്ലേ? തെരുവിലൊരു കൂട്ടത്തല്ല് നടന്നാൽ നിങ്ങളെല്ലാം ഓടി ഒളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടവന്റെ ചാപ്പാടും കാക്കിയും നിങ്ങളെ കന്നാലികളാക്കും. പുറത്തു വെച്ചൊരു തെമ്മാടിയെ വളഞ്ഞു പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. അമ്മവങ്ങന്മാർക്ക് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു വാക്ക് പറയാൻ നിങ്ങൾക്കറിയാം. ഇരുകാലി മാടുകൾ. അധികം സംസാരിക്കണ്ട, ഇത് സ്ഥലം വേറെയാണ്. ഈ വെള്ളരിക്ക് എന്താ വില? ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട്. ഇവിടെ പുതിയ ചരക്ക, വിലയും കുറവാ. നോക്കി ഇതെന്തോന്ന് മര്യാദയാണ് എന്റെ കടയിൽ വന്നവരെ അങ്ങോട്ട് വിളിക്കുന്നത്? കട എനിക്കും ഉള്ളതുകൊണ്ട് നിനക്കെന്താ എത്ര തെണ്ണം? ഓഹോ, നിന്റെ കട പറ വലുതായതുകൊണ്ടാണോ നിനക്ക് വിളക്ക് കത്തിക്കാൻ പോലെ സമയമില്ലാത്ത? എന്തോന്നാടി പറഞ്ഞത്? നീ വിളക്കം കത്തിച്ചു വെച്ചോണ്ടിരുന്നിട്ടല്ലോടി നിന്റെ കെട്ടിയോ നിന്നെയും കളഞ്ഞിട്ട് നാട് വിട്ടു പോയത്. നിന്നെ പല കണ്ട പിന്നെ നാട്ടിൽ എങ്ങനെ ആണുങ്ങൾ നിൽക്കൂടി? അതുകൊണ്ടല്ലേടി കൊച്ചാപ്പ് നിന്നെ ഇട്ടേ ചോടി പോയത്. ഞാൻ എന്തോന്നേന്നാ നിന്റെ അവനെ കപ്പൽ കയറ്റിയ? പിള്ളച്ചേട്ടാ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് പാർക്കാ പോയത്? ആരാ? നമ്മളാ? എങ്ങോട്ട്? നമുക്ക് വക്കീൽ സാറിനെ ഒന്ന് കാണണം. മീറ്റിംഗിലും പ്രസംഗിക്കാനാണോ? എന്റെ മോനെ പോലീസ് പിടിച്ചു. അപ്പൊ കേസ് ആണല്ലേ? എന്നാലേ അതിന് വക്കീലല്ല ആദ്യം കാണേണ്ടത്, ഗുമസ്തനെ. ഞാനാണ് ഗുമസ്തൻ. കേട്ടില്ലേ? ഗുമസ്തൻ പാച്ചിപ്പിള്ളന്ന്. ആ എന്നാ നീ കേട്ടു. അവിടെ വളരെ ബെഞ്ചിൽ ബെഞ്ചിൽ വകുപ്പ് 302, 304, 307. നമുക്കൊന്നും അറിയില്ല. കൊലപാതകമോ കൊല ചെയ്യാനുള്ള ശ്രമമോ അടിയോ ഇടിയോ കുത്തോ ചവിട്ടോ ഇത് ഏതാണോ? അടിക്കാശ സാറിന് നമുക്ക് വഴി ഉണ്ടാക്കാം. SIക്ക് ഒന്ന് വേണ്ടെന്ന് വെക്കാം. ASIക്ക് ഒരു 50, ഏതിന് 25, സ്റ്റേഷൻ ക്ലർക്കിന് 15. പിന്നെ അത്ര അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാര് 2 പേര്, അത് 30. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ഓടിപ്പോഞ്ഞെല്ലാം കഷ്ടപ്പെട്ട് ഉള്ളു. എനിക്ക് വെള്ളം കുടിക്കാൻ എല്ലാം കൂടെ ഒരു 150 രൂപയാവും. പക്ഷേ നമ്മളെ കായില്ല. പിന്നെ എത്ര രൂപയുണ്ട്? 10 രൂപയുണ്ട്. 10 രൂപയോ? അതുകൊണ്ടോ വക്കീൽ കളവുള്ളത്? അതിലെന്താ നേരത്തെ ഇരിക്കാൻ കഴിയോ? എന്താ വന്നത്? നമ്മളെ മോനെ പോലീസ് പിടിച്ച്. വരും, അകത്തേക്ക് കൊറേ പിള്ളേര് വക്കീൽമാര് വന്ന് വക്കീൽ പുസ്തകമായ അധ്യായം ആട്ടെ, അറസ്റ്റ് ചെയ്യപ്പെട്ട മത്തായി നിങ്ങളുടെ ആരാണ്? നമ്മളെ മോനാണ് സാറേ. പോക്കറിന്റെ മോന് മത്തായി എങ്ങനെ പേര് വന്നു? ഓൻ നമുക്ക് മോനെ പോലാ. ഓൻ ഒരു തെറ്റ് ചെയ്തില്ല. ആ ശൈത്താന്മാര് നമ്മളെ തല്ലിണ കണ്ടപ്പോ മത്തായി അടി വെച്ചത് സത്യം. സാറ് അവനെ വെളിയിൽ കൊണ്ടുവന്ന നമ്മളെ കയ്യിൽ വേറെ കാശില്ല. ഈ 10 രൂപയേ ഉള്ളൂ. നിങ്ങളെ പണം എടുക്കൂ. കാശ് പോരാ, ഞാൻ നമ്മൾ ഇനിയും കൊണ്ടുതരാം. എടുക്കാൻ പൊക്കിരിക്കാൻ പൊക്കോളൂ.
അത്താനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. വക്കീസാന്റെ ദേഷ്യം കണ്ടപ്പോ ഞമ്മളങ്ങ് ബേജാറായി. ഇങ്ങനെ പറഞ്ഞൊക്കെ ആകട്ടെ. നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചവരാണ് നീയൊക്കെ. തെമ്മാരത്വവും കയ്യൊക്കും കൊണ്ട് ആ മാർക്കറ്റ് ഭരിക്കലാണ് നിന്റെയൊക്കെ ജോലി, അല്ലേടാ? മാർക്കറ്റ് മുതലാളിയുടെ ഏത് മുതലാളിയാടാ കടക്കാരന്റെയും കാപ്പിക്കാരന്റെയും പിച്ചപ്പാത്രത്തിൽ കയറ്റ് വാരാൻ പറഞ്ഞവനോ? നിങ്ങൾ അടിച്ചവന്റെ പേരിൽ കേസ് വന്നിരിക്കുന്നു. അടി കൊണ്ടവൻ അതിനുള്ള അവകാശമില്ല, അല്ലേടാ? മേലാനിത് ആവർത്തിച്ചാൽ അയ്യോ, ഇതൊക്കെ മുതലാളി അറിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ എടുത്ത് മാറ്റി വയ്ക്കോ? ഉത്തരവ് ഇല്ല. ഇവിടെ കുട്ടമ്പിള്ളേ, ഉത്തരവ് ആ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇവിടെ പാവപ്പെട്ടവനും പണക്കാരനും ഒരേ നീതിയാണ്. ഉത്തരവ് ആട്ടെ. ആരാണ് ഈ മത്തായി? വിളിക്കൂ. നിനക്ക് ആദ്യം FIR എടുക്കൂ. FIR ഉണ്ടോടോ? പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. FIR പറയാനോ? FIR എഴുതിയിട്ടില്ല. വാട്ട്? പ്രതി ഇന്നലെ അറസ്റ്റ് ചെയ്തല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് FIR എഴുതിയില്ല? അത് 24 മണിക്കൂറിനകം പ്രതിയെ കോർട്ടിൽ ഹാജരാക്കണമെന്നാണ് ചട്ടം. ഇവിടെ 24 ദിവസങ്ങൾ വരെ പ്രതിയെ ഇരുത്താറുണ്ട്. ഓരോ ദിവസവും FIR എഴുതി വെറുതെ പേപ്പറും പേനയും നഷ്ടപ്പെടുത്തണമെന്ന് കരുതി അങ്ങ് അവസാന ദിവസം എഴുതി തള്ളിയാണ് ഇവിടുത്തെ പഴക്കം. താൻ എന്താണ് ഈ പറയുന്നത്? ഇത് പോലീസ് സ്റ്റേഷനോ അതോ ചല്ലയോ? ഇനിയാണോ തീരുമാനിക്കാൻ? താൻ പ്രതിയെ കൊണ്ടുവരും. താനാണല്ലേ മത്തായി? ഒരു കൊലക്കേസിന് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നല്ലേ താൻ? അതെ. പുറത്തു വന്ന ഉടനെ അടുത്ത കേസ് ഉണ്ടാക്കി. അമ്മായിയപ്പന്റെ ശാപ്പാടിന്റെ രുചിയായിരിക്കും, അല്ലേ? ഇപ്രാവശ്യത്തേക്ക് ഞാൻ മാപ്പ് വരുന്നു. വയ്ക്കോ. വീണ്ടും ഇതിനുള്ളിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. തീർത്തു പറയാനാവില്ല. തിരിച്ച് വരേണ്ടി വരും. മത്തായി, ക്ഷമിക്കണം സർ. ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാം. പക്ഷേ നിങ്ങൾ എന്നെ തേടി അങ്ങോട്ട് വരേണ്ടി വരും. ഹലോ മൈ സ്വീറ്റി, ഹൗ ആർ യു? ഓക്കേ. എന്ത് ചെയ്യാം, യൂണിയൻ സെക്രട്ടറി ആയി പോയില്ലേ, പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? ഹലോ, എന്താണ് ആ ചങ്ങലക്കിട്ടവരെ വെമ്പിളയുടെ പറയുന്ന മാറാതൊരു നടപ്പ്? വെറുതെ ഇരിയാശാനെ, നമുക്ക് ആ പരിപാടിയൊന്നുമില്ല. വെറുതെ സംസാരിച്ചിട്ടുണ്ടാ. ആ, നമ്മുടെ ഇന്ദ്രൻ ഇവിടെ എങ്ങനെ കണ്ടോ? അവനാ ലൈബ്രറി പോണെന്ന് പറഞ്ഞു. ആ, നാളെ കാണാം. ബൈ. രക്ഷപ്പെട്ടു. ഇവിടെ ടെൻഷൻ പോയത്. സ്റ്റാൻഡും പിടിക്കും. പിടി. എടാ, എനിക്കെന്നും ഈ സ്റ്റാൻഡ് പിടിച്ചിടാൻ പറ്റും. നിനക്ക് മോട്ടോർ സൈക്കിൾ അല്ല, കാർ ഞാൻ വാങ്ങിച്ചുതരാം. അല്ല, റാണിയുടെ പ്രശ്നം എന്താ? ഇന്നും രാവിലെ 2 പ്രാവശ്യം ലൈബ്രറിയുടെ അവിടെ വെച്ചോളാം ഞാൻ കണ്ട. ഒരു രക്ഷയില്ല. പേടിക്കണ്ട, ഒരു മാസ്റ്റർ പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മഹാകവി സൃഷ്ടിയുടെ പേറ്റ് നോവിലായിരിക്കും. ഒന്ന് ചുമ്മാ ഇരടേ. താൻ ഇന്റർവ്യൂവിന് പോയിട്ടെന്തായി? അത് പതിവ് പോലെ തന്നെ. അവർക്ക് വേണ്ടവരെ നേരത്തെ നിയമിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ താൽക്കാലികമല്ലേ, സാരമില്ല. സ്ഥിരമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ മാത്രം അതെ, ഇപ്പൊ തന്നെ ഞാൻ സ്ഥിരം ജോലിയില്ല. ഓ, കവിതയെത്തായിരിക്കും. അല്ല, ഈ രാജ്യത്ത് തൊഴിലില്ലാത്തവന് സ്ഥിരമായി ലഭിക്കുന്ന ഏക തൊഴിൽ അന്വേഷണം. ഞാൻ അതില. അതിരിക്കട്ടെ, സാറിന്റെ പ്രേമത്തിന്റെ പുരോഗതി എവിടെ വരെയായി? മറുകര കണ്ടോ? അത് ഈയിടെയും കാണുന്ന യാതൊരു ലക്ഷണവുമില്ല. കാരണം ആ പെണ്ണ് കുടുംബത്തിൽ പറഞ്ഞോളാ. ഇവന്റെ ഈ കാടൻ പ്രേമം പൊക്കി പിടിച്ചോണ്ട് എന്നാൽ വല്ല വെമ്പിള്ളേരും വീഴും. എന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ. എടാ കഴുതേ, വിവരമുള്ളവർ പറയുന്നത് കേക്ക്.
നോട്ടമിട്ടിരിക്കുന്ന ചരക്കേതോ അവളുടെ മുമ്പിൽ വളരെ സോഫ്റ്റായി മര്യാദയ്ക്ക് പെരുമാറുന്നു. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ച് വിടരാൻ വിതുമ്പി നിൽക്കുന്ന ഒരു പുഞ്ചിരി ഓൾറെഡി ഫിറ്റ് ചെയ്യണം. വാട്ട് യു സേ? അല്ല, ഇതൊക്കെ ആരോടാ? ഇവനോടാ? ഇവന്റെ ഈ വേഷം മാറിയുള്ള നടപ്പും മോട്ടോർ സൈക്കിളിലുള്ള സഞ്ചാരം കണ്ട ഏതെങ്കിലും പെമ്പിള്ളേര് വീഴുവോ? അതല്ല, ഈ മറുകണ്ഠൻ ഞാനും നേരം എതിർകക്ഷിയിലും ഉണ്ട്. പക്ഷെ റാണി അതല്ലല്ലോ. പൊന്നളിയ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? ഞാൻ പറയാം. നിനക്കാകപ്പാടെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഗുണം അല്പസ്വല്പം പാടാൻ കഴിയുമെന്നുള്ള. നമ്മുടെ കോളേജിലേക്ക് നീ അങ്ങ് പാട്. ദാറ്റ്സ് റൈറ്റ്. അറിയാ, നീ ഒരു പാട്. അയ്യോ, എന്നെ വിട്ടേരാളിയാ. അത് പറഞ്ഞാൽ പറ്റില്ല, എഴുതണം. എന്റെ പൊന്നളിയ, ഒന്ന് എഴുതാ പ്ലീസ്, പ്ലീസ്. അവളുടെ ചങ്കിക്കൊള്ളുന്ന പോലെ എഴുതും. രാജീവം, രാജീവം, രാജീവം വിടരും നയനം. രാജീവം വിടരും നയനം. ഹലോ. ഹലോ, കൺഗ്രാറ്റുലേഷൻ. എന്താ കുട്ടി? ആ പാട്ടിന്റെ വരികൾ നന്നായിരുന്നു. നേറ്റീവ് സംഗീതല്ലേ? ഓ, അത് വാസ്തവത്തിൽ അതിന്റെ സ്വരമാധുരിയായിരുന്നു നന്നായത്. രാജശേഖരൻ മനോഹരമായി പാടി. എനിക്കതിന്റെ അർത്ഥവ്യാപ്തിയാണ് ഇഷ്ടമായത്. ഞങ്ങൾ നിന്റെ പാട്ട് ഗംഭീരമായിരുന്നു എന്ന് പറയുകയായിരുന്നു. ഓഹോ, താങ്ക് യു. ഞാൻ പോട്ടെ. അവൾ അഭിനന്ദിച്ചത് എന്നെയോ അതോ നിന്നെയോ? എന്താ സംശയം? പിന്നെന്താ അവൾ എന്നോടൊന്നും മിണ്ടാതെ പോയത്? എടാ, അതാണ് ഈ പ്രേമത്തിന്റെ ബാലപാഠം. അവൾക്ക് എന്നോട് എന്തും പറയാം, കാരണം ഞാൻ ആരുമല്ല. പക്ഷെ നിന്നോട് അവൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മിണ്ടാൻ പറ്റുമോ? നീ നിയുക്തകാമകനായി പോയില്ലേ? അല്ല, അപ്പൊ എനക്കുണ്ടോ ളിയാ? ചിനുങ്ങുന്നുണ്ട്, ചിനുങ്ങുന്നുണ്ട്. അത് മതി, പകര്. മാത്യൂസ്, നമുക്ക് ഒത്തുപോവാം. വേണ്ട, നമുക്ക് ഒത്തുപോകാനാവില്ല. എന്റെ വഴി വേറെയാണ്. മാത്യൂസ്, എച്ചിൽ നിന്ന് കാണ്ടാമൃഗത്തെ തനി വെച്ചു നടക്കുന്നു. നീ എന്തുകൊണ്ട് അവനെ കൊന്നിട്ട് വന്നില്ല? നിന്റെ കൈകൊണ്ട് അവൻ ചത്താൽ നിനക്കൊരു ചുക്ക് സംഭവിക്കില്ല. അവന്റെ കൈകൊണ്ട് നീ ചത്താലും അവനവനെ രക്ഷപ്പെടാനാവില്ല. അവൻ കഴിവരുത്തു കയറേണ്ടി വരും. ഞങ്ങൾ അവനെ ഒരുപാട് ഉപദ്രവിച്ചു മുതലാളി. അവസാനം കുടിച്ചിപ്പട്ടികളെ പോലെ നീയൊക്കെ ഓടി. ഞങ്ങളവനെ പോലീസിൽ പിടിപ്പിക്കാനായിരുന്നു. പോലീസ് അവരവനെ എടുത്തേക്ക് വിഴുങ്ങോ? പുതിയ എസ് ഐ ആയതുകൊണ്ടാണ് മുതലാളിയുടെ പേര് പറഞ്ഞിട്ട് പോലും അയാൾ അവനെ വിട്ടയച്ചത്. ഞാൻ അറിഞ്ഞതാ. അവൻ ഇവിടെ അധികകാലം ഇരിക്കാൻ പോകുന്നില്ല. ലോറി വന്നെങ്കിൽ നീ സ്ഥാനത്ത് വെപ്പിക്കും. മറ്റൊരു കാര്യം, ആ പുതിയ എസ് ഐ ഇവിടുന്ന് പോകുന്നവരെ കുറച്ച് സൂക്ഷിക്കണം, മനസ്സിലായോ? ശരി മുതലാളി. റോയ്, എടാ റോയ്, എന്താ പച്ച? കയറ്റി അയക്കാനുള്ള ചരക്കെല്ലാം റെഡിയായോ? എല്ലാം പാക്കിംഗ് കഴിഞ്ഞു. അഡ്വാൻസ് കഴിച്ച് അവരെന്ത് തരാനുണ്ട്? 5 ലക്ഷത്തിന് മുകളിലുണ്ട്. അത് ശരി, പണം വാങ്ങിച്ചിട്ട് ചരക്കയച്ചാൽ മതി. ശരി അപ്പച്ച. ഓ സിസിലി, പള്ളിയിൽ പോയ നീ എന്താ ഇത്ര താമസിച്ചത്? ഞാൻ കുമ്പസാരിച്ചു. നിനക്ക് എന്താണ് ഇത്ര കുമ്പസാരിക്കാൻ? മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കുമ്പസാരിച്ചത്. നീയൊക്കെ എവിടെ വായി നോക്കാൻ പോയിരുന്നു? ഞാൻ തിരക്കാത്ത ഇടവില്ല. നിന്റെ അപ്പന് സൂക്കേട് കൂടിയെന്ന് പറഞ്ഞ് ടെലഗ്രാം വന്നു. ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ കാര്യം? വേഗം പുറപ്പെടാൻ നോക്ക്. സൂക്കേടൊക്കെ മാറും. വേഗം റെഡിയാ. ഞാൻ എന്റെ കയ്യിൽ നിന്റെ ഒലക്കെ ഇരിക്കുന്നു. പണം ഞങ്ങൾ തരാം. അവിടെ എന്റെ 5 രൂപ ഉണ്ട്. നിന്റെ കാശില്ലേ? ഉണ്ട്. 50 രൂപ ഉണ്ട്. കൊടുക്ക. പെട്ടെന്ന് പുറപ്പെടാൻ നോക്കടാ. അപ്പ ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ?
പറയൂ അപ്പ. ഡോക്ടറെ കണ്ടോ? മരുന്ന് വാങ്ങി കഴിച്ചു? അപ്പച്ചന്റെ അസുഖത്തിന് മരുന്നില്ല മോനെ. അസുഖം ശരീരത്തിനല്ല, മനസ്സിനാ. അപ്പൻ എന്താണ് ഈ പറയുന്നത്? എന്റെ മക്കൾക്ക് വേണ്ടത് കൊടുത്തു വളർത്താൻ എനിക്ക് കഴിയാതെ പോയി. അതിലാര് പരാതി പറഞ്ഞു? നമ്മുടെ നിവൃത്തിയോട് ഞങ്ങൾക്കറിയില്ലേ? പെണ്ണ് വളർന്നപ്പോൾ ഒരറിഞ്ഞുപോയി. ആവശ്യമില്ലാത്തതൊക്കെ ഓർത്ത് അപ്പൻ മനസ്സ് പുണ്ണാക്കുക. അവളെ ഞാൻ കെട്ടിച്ചുവിടും. അവൾ എന്റെ സഹോദരിയല്ലേ അപ്പ? ഇല്ല മോനെ, ഇനി നിനക്കതാവില്ല. അവൾ ആ വിഷക്കായ തിന്നു. അതേടാ, അവൾ ഗർഭിണിയാണ്. എടീ, എടീ, നീ ഇനി ജീവിച്ചു വിട്. നിന്നെ ഞാൻ കൊല്ലും. വിട്. അവൾ തെറ്റ് ചെയ്ത് എന്റെയും നിന്റെയും അപ്പനോട് മാറി നിൽക്ക്. പറയടി, ആരാണ് ഇതിന് ഉത്തരവാദി? പറയാൻ. കൊച്ചു മുതലാളി. ഇവൾ ആരാണെന്നറിയാം? നിന്റെ പെണ്ണ്. അതെ, ഇന്ന് ഇവൾ ഗർഭിണിയാണ്. അതിനിവളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ആ, ഒരു കാര്യം ചെയ്യാം. ഒരു ഡോക്ടർ ശിവദാസൻ അറിയോ? ഈ കേസിൽ എക്സ്പെർട്ടാണ്. എടാ, നീയാണ് ഇതിന് ഉത്തരവാദി. ബഹളം വെക്കാതെ. ഞാനാണ് ഉത്തരവാദിയെങ്കിൽ ഡോക്ടറെ കാണാനുള്ള പണം ഞാൻ തരാം. നാട്ടിലുള്ള പെമ്പിള്ളേരെ പറഞ്ഞു പറ്റിച്ചിട്ട് ഒടുവിൽ ഗർഭം നശിപ്പിക്കാനുള്ള ചില്ലറയും മാറ്റി നടക്കുകയാണ് അല്ലേടാ? നിന്നെ ഞാൻ മത്തായി. മുതലാളി, എന്റെ പെങ്ങൾ. എല്ലാം ഞാൻ കേട്ടു. എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല. ഈ നിലയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം മുതലാളി? സാവകാശം ആലോചിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ പോകൂ. മുതലാളി, നാളെ നീ ഇങ്ങോട്ട് വരൂ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം പോകൂ. എടാ, മനുഷ്യനായ തലച്ചോറ് വേണം. നടക്കാൻ പാടില്ലാത്ത നടന്നു. കാരണമായിട്ട് നിന്റെ പേര് മാത്രമേ പറയാനുള്ളൂ. അപ്പച്ച, ഞാൻ Shut up! നിനക്ക് പങ്കില്ലെന്നാണ് പറയുന്നത്? എടാ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. അതിനെ അതിജീവിക്കുന്നതിലാണ് ബുദ്ധി. നിന്റെ മാത്രം പേര് കേട്ടിട്ട് വേറെ 4 പേരോട് കേൾപ്പിക്കണമായിരുന്നു. അതിനാവശ്യമുള്ള പണം നീ ചെലവാക്കണം. പോ. നല്ല അപ്പൻ മോന് നല്ലത് പറഞ്ഞു കൊടുക്കുന്നു. കൊമ്പൻ പോകുന്നല്ലേ മോഴയ്ക്ക് വഴി. നിന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല. അവൻ എന്റെയും മോനാണ്. അതുകൊണ്ട് ഞാൻ അവരെ കൊല്ലണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്കും പ്രായമായ ഒരു മോളുണ്ടെന്ന് ഓർമ്മ വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? നാളെ മത്തായി വരും. ഇല്ല, അവൻ വരില്ല. വന്നാൽ തന്നെ പറയാനൊരു കാരണവും ഉണ്ടാവില്ല. ഇല്ല ഇല്ല, എനിക്കതാവില്ല. ഓ, ഞാൻ പറയുന്ന ഒന്ന് കേക്കുകുട്ടി. ഈ മരുന്ന് കഴിച്ചാൽ നിനക്കൊരു ആപത്തും ഉണ്ടാകില്ല. അന്യരാരും അറിയുകയുമില്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. വേണ്ട മുതലാളി, എനിക്ക് പേടിയാവുന്നു. ആ, പേടിക്കാനൊന്നുമില്ല മോളെ. ഒരു കുഴപ്പമുണ്ടായില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. ഇല്ല, ഞാൻ കഴിക്കില്ല. ഇല്ല എടീ, ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് ജീവിക്കാം. ഇല്ലെങ്കിൽ വളരെ സാവകാശം ആലോചിച്ചെടുത്ത തീരുമാനമാണിത് അല്ലേ? അലക്സാണ്ടർ, നിന്നെ അനുസരിക്കാതെ തന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാം. അല്ല മത്തായി, ഞാൻ പറയായിരുന്നു ഇങ്ങനെയും ആകാമല്ലോ എന്ന്. ഒന്ന് പറഞ്ഞു നോക്കിയതായിരിക്കും. ഇത് നിങ്ങളുടെ കുറ്റമല്ല അലക്സാണ്ടർ. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന മുതലാളി വർഗത്തിന്റെ തകരാറാണ്. അതിൽ മനുഷ്യബന്ധത്തിന് വിലയില്ല. സ്ത്രീത്വം മാനിക്കപ്പെടില്ല. പക്ഷേ ഞങ്ങൾ പാവങ്ങളുടെ വർഗത്തിൽ ഇതൊരിക്കലും നടക്കില്ല. പട്ടിണിക്കാരാണെങ്കിലും ഞങ്ങൾക്ക് ജീവിതം പവിത്രമാണ്. ഓ, അപ്പോ നിന്റെ പെങ്ങളെ എന്റെ മരുമകളാക്കാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങളുടെ മകനാണ് ഇതിന് കാരണക്കാരനെങ്കിൽ അത് തന്നെ നടക്കും. ഇല്ലെങ്കിൽ എന്റെ പെങ്ങൾ നിങ്ങളുടെ മകന്റെ വിധവയായി പ്രസവിക്കും. രണ്ടിലൊന്ന് തീരുമാനിക്കാതെ നിങ്ങളെ ഞാൻ വിടില്ല. നീ എന്നോട് എതിർക്കറ. മഹാഭാവി, എന്റെ മോള് പിഴച്ചെങ്കിൽ വെറുമെന്നല്ലേ ഉള്ളൂ. ഈ അറുങ്കുല നീ എന്തിനു ചെയ്തടാ? അപ്പച്ച, എന്റെ മോളെ, എന്റെ മോളെ. നിന്റെ അപ്പൻ എവിടെ? പുറത്തു പോയിരിക്കുന്നു. നിന്റെ ആങ്ങള? അച്ചായനും ഇല്ല. മാച്ചു ശരിക്കൂ.
ഇരിക്കാനല്ല ഞാനിവിടെ വന്നത്. എനിക്കറിയാം, പ്രതികാരം ചെയ്യാൻ. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അടിച്ചേൽപ്പിക്കുമ്പോൾ ആർക്കും പ്രതികാരം തോന്നാം. സിസിൽ പറയുന്നത് സത്യം. അത് മാത്യൂസിന് മാത്രമല്ല, മറ്റു ചിലർക്കും അറിയാം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത്, ശക്തിഹീനർ അത് കണ്ടു നിൽക്കേണ്ടി വരുന്നത് പറഞ്ഞറിയിക്കാവുന്ന ദുഃഖമല്ല. അല്ല മാത്യൂസ്? ഞാൻ പോകുന്നു. നിൽക്കൂ, ഒരു കാപ്പി. വേണ്ട. സ്വയം രക്ഷപ്പെടാൻ പോലും കഴിയാത്ത ഒരു അടിമയ്ക്ക് മറ്റൊരാളെ രക്ഷിക്കാനാവില്ല. കടല കടല കടലേ ചുടുകടലേ നിലക്കടലേ കടല കടല കടലേ ചുടുകടലേ കടല കടല കടലേ കടല കടലേ. 10 പൈസയ്ക്ക് കടല. ഇപ്പൊ തരാ, കൈനീട്ടം വെക്കട്ടെ. എന്റെ കയ്യിൽ കാശുണ്ടല്ലോ. അന്റെ കാശിപ്പോ വേണ്ട. കടല കടലേ കടല കടലേ കടലേ. ഞാൻ എനിക്ക് കടല കൊടു. ബിസിനസ് ഇഷ്ടം പോലുണ്ട്, പക്ഷെ നമ്മള് കൊടുക്കൂല. അന്റെ കാശ് വന്നാലേ ഒരു മൊഞ്ചുള്ളു. അപ്പൊ ഒത്തിരി കടല തരണം. മൊത്തം എടുത്തോ, എന്നാ പിന്നെ നമ്മന്റെ ബിസിനസ് ക്ലോസ്. അതിന് എനിക്കെന്താ? കാശ് അനക്കൊന്നുമില്ല. അപ്പൊ പിന്നെ അന്നെ കെട്ടാൻ കാശ് എവിടുന്ന? എന്നെ കെട്ടണ്ട, വേറെ പെണ്ണിനെ കെട്ടിക്കോ. അല്ലോ, ഞമ്മള് ചുമ്മാ പറഞ്ഞതാ. ഞമ്മള് വേറെ ആരും കെട്ടൂലെന്ന്. സത്യമായിട്ടും? സത്യം. അപ്പൊ നമ്മളെ കയ്യിലടിച്ച് സത്യം ചെയ്യ്, ഇല്ലെങ്കിൽ നീ നമ്മള് ബോധം കെടും. സത്യം സത്യം സത്യം. ആമിന, ഈ ദുനിയാവില് നമുക്ക് സ്വന്തക്കാരാരുമില്ല. ബാപ്പാനും ഉമ്മാനും കൂടെ നമ്മൾ കണ്ടിട്ടില്ല. ഞമ്മക്ക് വിവരം വന്നപ്പോ കണ്ടത് അന്റെ ഉപ്പുപ്പാനെയാണ്. ഞമ്മളീ തടി ഉണ്ടല്ല, അതും എന്റെ ഉപ്പുപ്പാന്റെയാണ്. ഇതൊക്കെ ആര് ചോദിച്ചു? ഞമ്മള് പറഞ്ഞെന്ന് മാത്രം. അന്നേം അന്റെ ഉപ്പുപ്പാനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞമ്മക്ക് ഉറക്കം വരൂല. എനിക്കും എപ്പോഴും കാണാൻ കൊതിയാണ്. വണ്ടി ബാക്ക് വരട്ടെ. റിവേഴ്സ് റിവേഴ്സ്. മതി 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 നിർത്ത്. നീ ഇപ്പൊ കഴിച്ചത് മയക്കുമരുന്നല്ലേടാ? അല്ലേ മാനെ, ഞാൻ ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് മരുന്ന് കഴിച്ചേ. എന്നാണ് ഈ മയക്കുമരുന്ന് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിന് ഞാൻ മരിച്ചില്ലല്ലോ ഏമാനെ. മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആത്മഹത്യാ ശ്രമം, അതായത് ആത്മഹൂതി. ഏതോ കേസ്? ശരി സാർ. അയ്യോ, ഇനി ആത്മഹത്യയാണോ? പോയി നോക്കൂ. അങ്ങനത്തെ ഇവൻ ചത്തിട്ടില്ല. ചാവണ്ട, പോസ്റ്റ്മോർട്ടം കഴിയുമ്പോ ചത്തോളും. എന്റെ അമ്മച്ചി ഇവൻ രോഗിയാണോ? ഓട്ടം കണ്ടില്ലേ? അല്ല, ഇതാരാ വരുന്നത് നോക്ക്. അല്ലോ, ഇതാര്? മൈസൂരേട്ടാ? ഇങ്ങോട്ടുള്ള ബയ്യൊക്കെ മറന്നാ സാറേ? നീ പോയി കാപ്പി എടുത്തുണ്ട് വാ. കാപ്പി വേണ്ട പോക്കറിക്ക. അങ്ങനെ പറയരുത് വക്കീൽ സാറേ, നമ്മൾ പാവങ്ങളാണെങ്കിലും ഒരു ഗ്ലാസ് കാപ്പിക്ക് വകയുണ്ട്. നീ പോയി കാപ്പി എടുത്തുണ്ട് വാ. അങ്ങോട്ട് വന്ന് സന്തോഷം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാശൊത്തില്ല, ഇപ്പൊ കാശൊത്ത്. എന്തൊരു കാപ്പ് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കി. നമ്മൾ ചന്തയിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അവിടാണ് നമ്മുടെ കാള ടീ ഷാപ്പ്. ഏത് കാസിനെ പറ്റിയാ പോക്കറിക്ക പറയുന്നത്? ഫീസ്, വക്കീൽ ഫീസ്. അത് നിങ്ങൾ വാങ്ങിയില്ലല്ലേ? പോക്കറിക്ക, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത് ഫീസിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആത്മാർത്ഥം കണ്ടിട്ടാണ്. മാത്രമല്ല, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എന്നെ മത്തായിയെ വിട്ടയച്ചിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നത്? മത്തായി ഒന്ന് കാണാൻ. അല്ല, അപ്പൊ നിങ്ങൾക്ക് മത്തായിനെ അറിയോ? അവൻ പറഞ്ഞ് നാക്കെടുത്തില്ല, ദേ വരുന്നു. മാത്യൂസ്, നീ എന്നോട് എന്തിനു പിടക്കുന്നു? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഞാൻ നിനക്ക് അന്യനാണോടാ? ആകാൻ ശ്രമിക്കുകയാണ്. എന്തിന്?
കാപ്പി. മത്തായിക്ക, എന്നെ കെട്ടിയിട്ടിരിക്കുന്ന പല ചങ്ങലകളുണ്ട്. അത് സ്നേഹത്തിൻ്റെതാണ്. എനിക്കവയെ ഒന്നൊന്നായി മുറിച്ചെറിയണം. മാത്യൂസ്, പലതും പറയാൻ എളുപ്പമുണ്ട്, ചിലത് ചെയ്യാൻ. പക്ഷെ എല്ലാം മറക്കാമെന്ന് കരുതിയാൽ ഇല്ല, എനിക്കെല്ലാം മറക്കണം. ഈ ലോകം തന്നെ മറക്കണം. ഞാനും എന്റെ ലക്ഷ്യവും മാത്രമാകണം. ഒരുപക്ഷെ നിനക്ക് എന്നെ മറക്കാൻ കഴിഞ്ഞേക്കും. കഴിഞ്ഞ 6-7 വർഷമായി നീ അത് തെളിയിച്ചു. പക്ഷേ ഈ നിൽക്കുന്ന മനുഷ്യനെ നിനക്ക് മറക്കാൻ കഴിയുമോ? ഈ സ്നേഹം കണ്ടില്ലെന്ന് ഭാവിക്കാൻ കഴിയുമോ? നീ അറിയാതെ തന്നെ തല്ലോടി ഈ പെൺകുട്ടിയെ നിനക്ക് മറക്കാൻ കഴിയുമോ? ഇവളുടെ സ്നേഹത്തിന് ചങ്ങല നിനക്ക് അർത്ഥം മുറിക്കാമോ? ഇല്ല ഇല്ല, ഇവളെന്റെ പെണ്ണാണ്. അത് എന്റെ അപ്പനും അമ്മയുമാണ്. മാത്യൂസ്, നീ വരും, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. കാപ്പി കുടിച്ചിട്ട് പോമോനെ. ഞാനിപ്പോ വരാം. ഇനിയും വരാം. ഞാൻ മറ്റേ പകരിക്കാം. പോട്ടെ. കേട്ടോടാ, ഇവനെ ഞാൻ ഇങ്ങോട്ട് ബലമായിട്ടാ പിടിച്ചോണ്ട് വന്നത്. നിനക്ക് എന്ത് പറ്റിയളിയാ? സത്യം പറ. നിനക്ക് മനുഷ്യന്റെ ഡെസ്റ്റിനിയിൽ വിശ്വാസമുണ്ട്, അതായത് വിധിയിൽ? തീർച്ചയായും. എങ്കിൽ എന്നെ വഴി നടത്തിക്കുന്നത് വിധിയാണ്. അതിലപ്പുറം ഒന്നും എന്നോട് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടി അറിയണ്ടേ? വേണ്ട, എല്ലാ ദുഃഖവും എന്നിൽ തന്നെ തീരട്ടെ. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. എടാ, ഈ കുട്ടി ഏതാണെന്ന് അറിയാം? എന്റെ കുഞ്ഞാണ്. വിവാഹം നിന്നെ അറിയിക്കാൻ പറ്റിയില്ല. നിന്റെ ഭാര്യ, നീ മുമ്പേ സൂചിപ്പിച്ചില്ലേ വിധിയെ പറ്റി? ആ ഡോ, നീ വന്നേ. ആരാ വരുന്നതെന്ന് കണ്ടോ? ഞാൻ ഭാഗ്യവാനാണ്. പക്ഷെ ഒരു കാര്യം, 50% നിന്റെ കവിതയാണ്. അപ്പൊ ബുദ്ധി വെച്ചെന്ന് എനിക്കോ? ബാക്കി 50% നിനക്കും. 3 പേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. അതെങ്ങനെ? ഒരുത്തം വക്കീലും മറ്റൊരുത്തം പോലീസുമായപ്പോൾ അടുത്ത വേഷം ഇതിനും കിട്ടി. പിന്നെ സൂക്ഷിക്കണം, പാർട്ടി സ്ഥലത്തെ പ്രധാന റൗഡിയാണ്. നമുക്കിതിനെ ഒന്ന് ശരിപ്പെടുത്തണമല്ല. അപ്പോഴേ ഞാൻ അടുക്കളയിൽ ആഹാരം ശരിപ്പെടുത്താം. വിരുന്നുള്ള ദിവസമല്ലേ? സഹായത്തിന് ഞാനും കൂടെ വരാം. ആ, നിന്റെ കുഞ്ഞിനെന്താ പേരിട്ടത്? അമ്പലത്തിൽ വെച്ച് എന്റെ അച്ഛൻ പേരിട്ടു ഗോപിനാഥെന്ന്. പക്ഷെ ഞാൻ എന്താണ് വീട്ടിൽ വിളിക്കുന്നത് മാത്യൂസ് എന്ന്. എപ്പോഴും നീ ഞങ്ങളുണ്ടെന്ന് വിശ്വസിക്കാമല്ലോ. എന്നെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? പിന്നെ ഞാൻ ആരോട് പറയും? ദേ നോക്ക്, മൂത്ത അരക്കാറായി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവൾ ഇനി പഠിക്കണ്ടെന്ന് വെക്കാം. എന്താ? മറ്റന്നാ കോളേജ് അടയ്ക്കുകയാണ്. അവളിങ്ങി വരും. എന്നാൽ ഞാൻ ഇനി മറ്റന്നാളെ വരുന്നുള്ളൂ. എന്താണാവോ ഒരു മുറുമുറുപ്പ്? ആണുങ്ങളെ പോലെ അപ്പുറത്ത് വന്നിരുന്നൂടെ? അളിയ, ഇതൊരു പ്രൈവറ്റ് മാറ്ററാണ്. ഞാൻ പറയാം, ഒരു പ്രൈവറ്റ് മാറ്ററും ഇല്ല. കൂട്ടുകാരനെ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത് വെറുതെയാ. എനിക്കൊരു നാത്തുമ്പനുണ്ട്, ഗീത. അവളെയും ചുറ്റി നടക്കുക. ഓ, അതാണ് കാര്യം. കവിത വേണ്ടി വരുമോ? അതിപ്പോ ചുമ്മാ പറ. കവിത വേണം, പക്ഷേ ഇവൻ പാടിയാലേ പോക്കാ. ഒരു കാര്യം ചെയ്യാം, എഴുതി ഗീതയുടെ ഇടയിലേക്ക് കൊടുക്കാം. നിന്റെ പെങ്ങളല്ലേ, അവിടെ ഇരുന്ന് പാടിക്കോട്ടെ. അപ്പോഴേ ഈ വാചകടി ഒന്ന് നിർത്തിക്ക്. ഊണ് തയ്യാറാവുമ്പോ ഞാൻ വന്ന് വിളിക്കാം. ഇപ്പോഴെല്ലാവരും ഒന്ന് പോയാട്ടെ. ആയിക്കോട്ടെ. ഇടോ, അടുത്ത ലോറി വന്ന് നടക്കുന്ന, വേഗം കേട്ടെ. നമ്മുടെ കമ്പനിയിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളെ ഉണ്ടാക്കുന്ന നിർബന്ധമാ. എടോ, അതിലേ ലാഭമുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. എടാ മടയാ, കമ്പോളത്തിൽ വിറ്റഴിയുന്ന ഏത് സാധനത്തിനും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. എന്തായാലും ഇതൊരു ദ്രോഹമോ? എന്തോന്നാടാ ദ്രോഹം? നീ ഇതൊന്നും ഉപയോഗിക്കണ്ട. കിട്ടുന്ന ശമ്പളവും മേടിച്ചുണ്ടെങ്കിൽ പോയാ മതി കേട്ടോ. ലോഡ് റെഡി ആയില്ലേ? ഇപ്പൊ എനിക്ക് വേണ്ട കുഞ്ഞെ, ഇത് നമ്മളുണ്ടാക്കുന്നതല്ലേ, ഫോറിനാ. എന്തായാലും എനിക്ക് വേണ്ട. നമ്മുടെ സിഗരറ്റ് വലിച്ചവരൊക്കെ ആശുപത്രിയിൽ എന്നാ പറയുന്നത്. അവനൊക്കെ തൊലയട്ടെ, നമുക്കെന്താ ചെയ്തും. ഒരുത്തൻ നമ്മുടെ ഗോപാലയുടെ ചായക്കട എന്ന് പറയുക. ഇപ്പോഴത്തെ സേതിനേക്കാൾ ഭേദമാ വൈപ്പിങ്ങനല്ലേ ചാരായമെന്ന്. അതാവുമ്പോ അപ്പോഴെങ്ങ് തീരും. അതാ നമ്മുടെ കഴിവ്. ആ സാധനങ്ങളൊക്കെ വേഗം കേട്ടാ നോക്ക്. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ പുതിയ ആളായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്റെ അഭിപ്രായത്തെ ഇന്നുവരെ ആരും ധിക്കരിച്ചിട്ടില്ല. നീ നടത്തിപ്പിനുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങൾ.
ഇവിടെ താങ്കളുടെ അഭിപ്രായം ആരും ധിക്കരിച്ചിട്ടില്ലെങ്കിൽ നീതിയുടെ ഇരിപ്പിടം താങ്കളാണ് ഞാൻ കരുതട്ടെ. ഇവിടെ എനിക്കുള്ള സ്വാധീന ശക്തിയെക്കുറിച്ച് താങ്കൾക്കറിയില്ല. അത് പറഞ്ഞറിയിക്കുക എന്നുള്ളത് ഒരു വലിയ ഗതികേടാണ്. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? പരിഭവിക്കരുത്, പരമാർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഓ, അപ്പോൾ നിങ്ങൾ... അതെ, നിങ്ങൾ പറയുന്ന വഴിക്ക് വരാൻ ഞാൻ തയ്യാറല്ല. നിയമപരമല്ലാതെ നിങ്ങൾ കയറ്റിയേക്കുന്ന ചരക്കുകൾ ഞങ്ങൾ പരിശോധിക്കരുത്. നിങ്ങളുടെ എച്ചിൽ നിന്ന് വളരുന്ന ഗുണ്ടകൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യരുത്. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏത് പാവപ്പെട്ടവന്റെ പേരിലും കള്ളക്കേസെടുത്ത് ഞങ്ങൾ ജയിലിലാക്കണം. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ആവശ്യങ്ങൾ? മിസ്റ്റർ അലക്സാണ്ടർ, ഇത്തരം പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴറിയും. ഭയപ്പെടുത്തുകയാണോ? ഇത്രയും സമയം നിങ്ങൾക്ക് അനുവദിച്ചത് ഒരു പൗരന്റെ അവകാശം എന്ന നിലയ്ക്കാണ്. ഓ, ഇനി അത് സാധ്യമല്ല. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. Get out. I say you get out. അയാൾ എന്ത് തെറ്റിയെന്ന് പറയൂ, അതിന്റെ പേരിൽ നമുക്ക് കേസ് എടുത്താമല്ലോ. അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉപദേശം ചോദിച്ചത്. മിസ്റ്റർ അലക്സാണ്ടർ, ഞാൻ നിങ്ങളുടെ ലീഗൽ അഡ്വൈസറാണ്, ബിസിനസ്സിൽ മാത്രം. So you agree that you are my legal advisor. So far so good. But one thing, സത്യസന്ധമായി ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നവർ ആരുമില്ല, ഈ ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇത്രയും കാലം ഞാൻ എന്റെ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു. ഞാൻ കുരുങ്ങുന്നിടത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല മിസ്റ്റർ അഡ്വക്കേറ്റ്. മിസ്റ്റർ ഇന്ദ്രപാലൻ, നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് മറ്റൊന്ന് കഴിയും. നിങ്ങളുടെ സുഹൃത്താണ് രാജശേഖരൻ. നിങ്ങൾ വിചാരിച്ചാൽ അവനെ നമ്മുടെ വഴി കൊണ്ടുവരാൻ കഴിയും. നോ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഇംപോസിബിൾ. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. അത്ര പെട്ടെന്ന് വലിച്ചെറിഞ്ഞിച്ച് പോകാവുന്ന ഡീലിംഗ്സ് അല്ല നമ്മൾ തമ്മിലുള്ളത്. നിങ്ങളുടെ ഉപദേശങ്ങളും ഉത്തരവാദിത്വവും സ്വീകരിച്ചുകൊണ്ട് ഞാൻ പലതും ചെയ്തു. അതിന്റെ എല്ലാം വിളയെടുത്തത് ഞാനാണെങ്കിലും ദിന താങ്കൾ കൂടെ അനുഭവിക്കണം മിസ്റ്റർ ഇന്ദ്രപാലൻ. You shut up. ഓ ഷുവർ. Take it easy, my boy. ചെല്ലു, സമാധാനമായിട്ട് ആലോചിച്ചു. To hell with you, man. ഓ MA LLB വിളമ്പ്. നീ വിളമ്പിയാലേ അതത്ര ശരിയാവില്ല. അത് ഞാൻ തന്നെ വിളമ്പ. നിന്നെ കാണുമ്പോഴേ എന്റെ മരിച്ചുപോയ പെങ്ങൾ ഓർമ്മ വരിക. ഇപ്പോഴല്ലേ വേലുനായരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായത്. കൊള്ളാം, നല്ല ഒന്നാം തട്ടിക്കോ. സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചു. സമ്മതിക്കാതിരിക്കാൻ വയ്യ. മൂക്കുമുട്ട വെട്ടി അടിച്ച് പടിയും പഠിച്ചിട്ട് പോകാൻ വന്നിരിക്കല്ലേ? എന്തിനു കൊള്ളാടോ ഒരു വക്കീലും ഗുമസ്തനും. വക്കീലിനെ പറ്റി പറഞ്ഞത് ശരിയാ. ഇന്നത്തെ പയ്യനല്ലയോ മസ്തൻ പാച്ചിപ്പിള്ളയെ പറ്റി. തനിക്കെന്താ വാലുണ്ടോ? ഞാൻ തന്നെ ഇപ്പോ ഒരു വാലാന്ന കക്ഷികളൊക്കെ പറയുന്നു. അല്ല, മുതലാളി കുറച്ചൊരു ഹീറ്റിലാണല്ലോ. മാസാമാസം രൂപ കൊണ്ട് എണ്ണി മേടിക്കും, കാര്യം ചോദിക്കും, പുണ്യവഞ്ചമയും. അല്ല, അതൊരു ബുദ്ധിയാണ്. കഴിവേട് ആരും അറിയത്തില്ലല്ലോ. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്നോട് പറയാ. ഒരുത്തം വക്കീലാണെന്ന് വിചാരിച്ച് കേസ് അറിയണമെന്നില്ലല്ലോ. ഒരു ജാമ്യാപേക്ഷ എഴുതാൻ അറിയാവുന്ന എത്ര വക്കീൽമാരുണ്ട് ഇവിടെ. അല്ലെ, ഇത് ഞാൻ അറിഞ്ഞിട്ട് ചോദിക്കാം. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇരിക്കാം. ആ SI രാജശേഖരനും ഇന്ദ്രപാലനും സുഹൃത്തുക്കളാണ്. മാത്രമല്ല മത്തായി അവരുടെ കൂട്ടുകാരനാണ്. അയ്യോ, അവൻ ആള് ഭയങ്കരാണ്. ആ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം എനിക്ക് സ്വസ്ഥയുണ്ടാവില്ല. ചുരുക്കത്തിൽ 3-ന് 3 വഴിക്കാക്കണം അല്ലേ? അതെ, വകുപ്പുണ്ട്. നിയമത്തിന്റെ വഴിയിലല്ല, രാമായണത്തിലെ മന്ദരയുടെ വഴി, ഭാഗവതത്തിലെ ശൗലിയുടെ വഴി, ഈ പാച്ചിപ്പിള്ളയുടെ വഴി. ഈ വേലുവിനെയും പാർട്ടിയെയും എന്റെ കൂടെ അയക്കുക. അപ്പോഴേ പിന്നെ ഒരു കാര്യം, അല്പസ്വല്പം കാശിന്റെ ചെലവൊക്കെ കാണും. ടാക്സി ടാക്സി
എന്താ ഇത്? ആരാണ് നിങ്ങൾ? മത്താച്ചേട്ടാ, ആ റൗഡികളൊരു പെണ്ണിനെ കാറിലിട്ടുകൊണ്ട് പോയി. ഏത് പെണ്ണ്? എനിക്കറിയില്ല. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ആ ഉത്തരവ്. ഞങ്ങളൊരു പ്രധാന പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ മത്തായി വന്ന് ഞങ്ങൾ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പോലീസ് വക ജീപ്പ് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരവ്. മത്തായിയോ? ആ ബെൽറ്റ് മത്തായി. എന്നിട്ട് എവിടെ പോയി? ഇവിടെ വാടി. നിന്റെ പേരെന്താ? ഗീത. ശരി വാ. എന്നെ ഇദ്ദേഹം രക്ഷിക്കുകയായിരുന്നു. ഇദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ
ആ തെമ്മാടികൾ എന്നെ കൊല്ലുമായിരുന്നു. ഐ എം സോറി മാത്യൂസ്. മത്തായി ഇവിടെ ഉണ്ടോ? മത്തായിക്ക ഇവിടെ ഇല്ല. മത്തായിക്കയുടെ വീട് അങ്ങ്. അതെനിക്കറിയാം. ഇപ്പൊ താമസിക്കുന്ന ഇവിടെ അല്ലേ? അല്ല, ഇവിടെ അല്ല. വല്ലപ്പോഴും ഇവിടെ വരുന്നേ ഉള്ളൂ. ഓഹോ, അപ്പൊ മത്തായി ഇവിടെ ഇല്ല അല്ലേ? ഞാൻ മത്തായി ഒന്ന് കാണാമെന്നാണ്. അവനിവിടെ ഇല്ലല്ല. അവൻ കുഴപ്പമുണ്ടാക്കിയ പോക്കർക്ക് പേടിക്കണ്ട. ഒരു ഇൻസ്പെക്ടറായിട്ടല്ലേ എന്നോട് വന്നിരിക്കുന്നത്, മത്തായിയുടെ സുഹൃത്തായിട്ടാണ്. പോക്കർക്കയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മത്തായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞമ്മളൊന്ന് ബേജാറായി പോയി. സാറ് വന്നിട്ടിരിക്കാൻ പറഞ്ഞില്ല. നിങ്ങൾ കുത്തിരിക്കെ വേണ്ട. സാറിനെ പോലുള്ള വലിയ ആളുകള് ഞമ്മളെ മോന്റെ കൂട്ടുകാരാണെന്ന് പറയുന്നത് തന്നെ ഞമ്മക്ക് പെരുത്തി പെരുമയാ. നിങ്ങളുള്ള കാപ്പ് കുടിച്ചിട്ട് പോയാ മതി. വേണ്ട പോക്കരിക്ക, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. ആ മത്തായി വരുമ്പോ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പച്ച പാല്. മോളെ, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. എന്താ അപ്പച്ച? നാളെ ആ ചെറിയാച്ചനും മകനും ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? നിന്നെ പെണ്ണ് കാണാൻ. ഞാൻ തിരുസഭയിൽ മനസ്സമ്മതം കൊടുത്ത് വിവാഹം ചെയ്തവളാണ്. പക്ഷെ നീ ഇപ്പോൾ വിധവയാണ്. ഒരു പെണ്ണ് ഒരിക്കൽ വിധവയാകുന്നത് തന്നെ കൊടിയ ശാപമാണ്. അപ്പച്ചൻ എന്നെ രണ്ടാമതും വിധവയാക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്കിനി മറ്റൊരു വിവാഹം വേണ്ട. ഞാൻ ആകെ തോൽക്കുന്നതും തളരുന്നതും നിന്റെ മുൻപിൽ മാത്രമാണ് മോളെ. ഞാൻ അപ്പച്ചന്റെ മുന്നിൽ വരാതിരിക്കാൻ നോക്കാം. ചാമുണ്ടേശ്വരി കൊലക്കേസ്, ഗോപാലം കൊലക്കേസ്, ഗോപാലം മരിച്ചില്ല, പാച്ചിപ്പുള്ള കൊല, പാച്ചിപ്പുള്ള ചോരല്ലേ കൊലക്കേസ്. അവിടെ എനിക്ക് മിസ്റ്റർ ഇന്ദ്രപാലൻ ഒന്ന് കാണണം. ഇന്ദ്രപാലനോ? അതെ, അഡ്വക്കേറ്റ് ഇന്ദ്രപാലനെ. അഡ്വക്കേറ്റ്? പിന്നെ ആരാണ്? മജിസ്ട്രേറ്റോ? കുട്ടി കോളേജിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താ? ഒന്നല്ല മര്യാദക്ക് MK ഇന്ദ്രപാലൻ MA LLB അഡ്വക്കേറ്റ് ഉണ്ടോ ചോദിക്കണം. ആട്ടെ, കേസ് എന്താണ്? ബന്ധം ഉണ്ടാക്കലോ അതല്ല ബന്ധം ഒഴിപ്പിക്കലോ, അതായത് മാരേജോ ഡൈവേഴ്സോ? ആദ്യത്തേതാ. എന്താ പയ്യൻ തള്ളി പറഞ്ഞോ? ഇല്ല. പിന്നെന്തൊരു കേസാ? ആട്ടെ, പയ്യൻ സ്ഥലത്തുണ്ടോ? ഉണ്ടോന്നറിയാമെന്നതാ. അത് ശരി. അപ്പോ കാമോ സ്ഥലത്തുണ്ടോന്ന് പറയാം. വകുപ്പുണ്ട്. തന്റെ കാമുവിന്റെ ബന്ധുക്കൾ അയാളെ ഫലമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും അയാളെ വിട്ടുകിട്ടണമെന്നും പറഞ്ഞ് ഒരന്യായം കൊണ്ട് ബോധിപ്പിക്കാം. ഇതിനൊന്നും വക്കീലിനല്ല ആദ്യം കാണേണ്ടത്. അല്ലെങ്കിൽ ഈ പിള്ളേര് വക്കീൽമാർക്ക് എന്തോന്ന് നിയമം അറിയാ. ഈ ഇന്ദ്രപാലൻ സാറിന് എങ്ങനെയാ പേരെടുത്തത്? ഇങ്ങോട്ട് ഈ പാച്ചിപ്പുള്ള ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ബുദ്ധിയല്ലേ? ഹലോ ഗീത. നല്ല ആളാ. ഇന്നലെ ഞാൻ കാത്തിരുന്ന് മുഷിഞ്ഞു. ഐ എം സോറി, എനിക്ക് ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ടായി. അതിന് നിങ്ങൾക്കെന്താ? ബുദ്ധി വെച്ച് തരാൻ വേറെ ആളില്ലേ? മച്ചുല്ലേ, നീ ഇത്തിരി വെള്ളം കൊണ്ടെടുക്ക. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ കൂടെ വേഗം വന്നാ മതി. ആ പാവ എഴുന്നേറ്റോളും. വരുന്നേ. ചേടാ, എന്റെ ഒരു നാക്കേ, അതിനെവിടെ വെച്ച് ആരോട് എന്ത് പറയുന്നു ഒന്നും അറിയില്ല. ഇനി ഇത് വെച്ചിട്ട് കാര്യം കൊണ്ടു.
എടാ മൊയ്തീനെ, ഒരു കാപ്പി എടുത്തേ. ഇന്നെന്താ പുതിയ ആളാ? പോക്കരിക്ക എവിടെ? വീട്ടിൽ പോയിരിക്കാം. ഇന്ന് ഞമ്മളാ ബിസിനസ് ഇൻചാർജ്. ഒരു കാപ്പി എടുക്കടാ. നിക്ക്. ആ കാശ് കാശുണ്ടാ? എടാ ചെറുക്കാ, ഞാൻ ഈ ചന്തയിലെ എത്ര കാലം കൊണ്ട് കച്ചവടം ചെയ്യുന്നതാണെന്ന് നിനക്കറിയാമോ? എന്നിട്ട് നീ എന്നോട് മുമ്പേ കാശ് ചോദിക്കുന്നു. ഇമ്മണി നേരത്തിനങ്ങോട്ട് കയറ്റി ഇരുത്തിയപ്പോഴേ ചെക്കനങ്ങ് മുതലാളിയായി. ഇക്കണക്കിന് നിന്റെ 4 കാശ് വന്നാലോടാ. അപ്പൊ ഞമ്മളൊരു ഹോട്ടൽ തുടങ്ങും. അന്ന് മേരിയക്കനൊരു ചാപ്പാട് ഫ്രീ. നിന്റെ ഒരു പ്രിയും വേണ്ട. എനിക്കറിയാം പച്ചക്കറി വിറ്റ് ജീവിക്കാൻ. നിന്റെ പൂത്ത കടല പോലല്ല. മേരിയക്ക, നിങ്ങൾ അളിഞ്ഞ പച്ചക്കറിയുടെ വർത്തമാനം നമ്മളടുത്ത് പറഞ്ഞാലുണ്ടല്ലോ. ആ എന്താടാ നീ പറഞ്ഞത്? എന്റെ പച്ചക്കറി അളിഞ്ഞതാണെന്നോ? നീ കണ്ടോടാ? പിന്നെ എന്റെ കടല പൂത്തതെന്ന് പറഞ്ഞതോ? നിങ്ങൾ തിന്നു നോക്കിയിട്ടുണ്ടോ? എന്താണ് കാതറൂട്ടിയോട് ഒരു ബഹളം? ആ കാതറൂട്ടി, നമ്മൾ രണ്ടും കച്ചവടക്കാരാ, വഴക്ക് വേണ്ട. അപ്പൊ മേരിയക്കന് ഞമ്മടെ ചെലവിലൊരു കാപ്പി. എടാ മൊയ്തീനെ, മേരിയക്കന് കാപ്പി കൊടു. ഇക്കണക്കിന് ചെറുക്കൻ ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാലേ നിലത്തൊന്നും ആയിരിക്കില്ല. പിന്നെ നമ്മള് സുൽത്താനല്ലേ, കാദർ സുൽത്താൻ. എന്നോട് സംസാരിക്കാൻ പോലും വെറുപ്പാണല്ലേ? ഞാനിതിൽ തെറ്റ് കാണുന്നില്ല. പുലിയുടെ കുഞ്ഞ് പൂച്ചയായിരിക്കില്ലല്ലോ. ഞാനല്പം തിരക്കിലാണ്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയട്ടെ. മാത്യൂസിന്റെ ദുഃഖങ്ങൾ നിശബ്ദമായിട്ടെങ്കിലും പങ്കിടാൻ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് വിശ്വസിക്കും. സുശീലി, അതെ, എനിക്കെല്ലാം അറിയാം. മരണം വരെ തടവിന് വിധിക്കപ്പെട്ട എനിക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല. എന്റെ ദുഃഖങ്ങൾ മറ്റൊരാൾക്ക് താങ്ങാനാവുന്നതല്ല. അതും ചുമന്ന് ഞാൻ ജീവിക്കുന്നത് എന്റെ പ്രതികാരത്തിന് വേണ്ടിയാണ്. മാത്യൂസിന്റെ ദുഃഖങ്ങൾ ആരോടും പറയാം, പ്രതികാരം ചെയ്യാം. പക്ഷേ ഇതിന് രണ്ടിനും കഴിയാത്ത പാപിയാണ് ഞാൻ. സുശീലി, ദുഃഖവും ചുമന്ന് ജീവിക്കുന്നത് നിന്റെ പ്രതികാരത്തിന് വേണ്ടിയാണല്ലേ? അതേടാ, പക്ഷെ അത് ഞാൻ ചെയ്യുന്നത് നിന്റെ പെങ്ങളെ നശിപ്പിച്ചിട്ടായിരിക്കില്ല. അങ്ങനെ ചെയ്യാൻ നിന്നെ പോലെ ഞാനൊരു വിത്ത് കളയുമല്ല. വെരി ഗുഡ്, ഡയലോഗ് കൊള്ളാം. അത് എന്റെ യോഗ്യതകളിൽ ഒന്നാണ്. എന്നാൽ നീ പറഞ്ഞത് എന്റെ യോഗ്യതയും. പക്ഷേ അത് അധിക നാൾ കൊണ്ടു നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് നിശ്ചയിക്കുന്നത് നീയല്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം അത് നിശ്ചയിക്കുന്നത് ഞാൻ തന്നെ. നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലുന്നില്ല. എനിക്ക് ആദ്യം വേണ്ടത് നിന്റെ തന്തയാണ്. എടീ,
നീ അമ്മത്തായിയോട് സംസാരിക്കല്ലേ? എനിക്കെന്തുകൊണ്ട് മത്തായിയോട് സംസാരിച്ചുകൂടാ? ഈ കുടുംബത്തിൽ ഓരോരുത്തരെയും കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുന്നവനാണ് അവൻ. ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. എനിക്കങ്ങനെ തോന്നിയില്ല. കണ്ണിക്കണ്ട തെമ്മാടികളോട് ശൃംഗരിക്കാൻ നടന്നിട്ട് നീ ഇപ്പൊ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശൃംഗരിച്ച് മുതലെടുക്കാനും തിരിഞ്ഞു നിന്ന് അറിയില്ലെന്ന് പറയാനും എനിക്കും കഴിയണ്ടേ? ഞാൻ അച്ചായന്റെ പെങ്ങളല്ലേ. അതിലെനിക്ക് ആപത്തെന്ന് കണ്ടാൽ ഒരു രാത്രി കൊണ്ട് ശത്രുവിനെ കുഴി തോണ്ടി മൂടാൻ എന്റെ അപ്പച്ചന് കഴിയും. ഞാൻ അലക്സാണ്ടർ മുതലാളിയുടെ മകളാണ്. ശ്രീപത്മനാഭ, ഇന്നിതുവരെ എന്റെ കയ്യിൽ കാരണ പോലും തടഞ്ഞില്ലല്ലോ. കണി കാണും നേരം കമലനേത്രന്റെ നിർത്തണോ? ഈ വണ്ടിക്ക് ലൈറ്റ് ഇല്ലോടോ? വേണ്ട, ഇപ്പൊ പകലല്ലേ. അപ്പൊ ഇത് തന്നെയല്ലേ താൻ രാത്രിയിൽ അല്ല, ഓടിക്കില്ല? അത് വേറെ വണ്ടിയുണ്ട്. ഏത് സംബന്ധിച്ച് വേണ്ട. ഇതിന് ബ്രേക്കില്ലോടോ? നേവലംഗമാണിത്. തന്റെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്യുമെന്ന്. കേസ് തെറ്റിയ സെക്കൻഡ് ക്ലാസ് വരുന്നത്. ഞാൻ നോക്കിക്കോളാം. ഓ, തനിക്ക് IPC എന്താണെന്നറിയാമോ? ഇത് തന്നെ എന്നോട് വക്കീൽ അദ്ദേഹം ചോദിച്ചു. പിള്ളേരല്ലേ, നിയമവശൊന്നും വലിയ പിടിയുണ്ടാവില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ല, IPC മാത്രം അറിഞ്ഞാൽ മതിയോ, അതല്ല VIPC കൂടി അറിയണം? അതെന്തൊരു അതറിയില്ല. കേട്ടോളൂ, നാട്ടിൽ നടക്കുന്ന തുക്കട അലവല കേസുകളുണ്ടല്ലോ, അതും തന്നെ പോലുള്ളവർ ചാർജ് ചെയ്യുന്ന കേസിന്റെ പേരാണ് IPC. ശിവ പറഞ്ഞു, വലിയ വലിയ പണക്കാരുടെ മേലുള്ള വലിയ വലിയ കേസുകളുണ്ടല്ലോ, പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് പ്ലെയിനിൽ കൊണ്ടുവരിക, അതിന്റെ പേരാണ് VIPC. അതായത് വെരി ഇമ്പോർട്ടന്റ് കേസ്. ദാറ്റ് മീൻസ് അതന്നെ ഞാൻ പറഞ്ഞു. അതന്നെ ഞാൻ പറയാം, എന്റെ പൊന്നു കിട്ടുമ്പോഴേ അതുപോലെ ഒരു കേസ്, ഒരു സൂട്ട് കേസ് എന്റെ പേരിൽ ചാർജ് ചെയ്യും. എനിക്ക് പ്ലെയിനിൽ കയറാനുള്ള പൂജ്യം ഉണ്ടാണ്. അത് നടപ്പില്ല. അങ്ങനെ ഒരു ചാൻസ് വന്നാലേ ഈ SP മാരായിരിക്കും പ്രതി അറസ്റ്റ് ചെയ്യാൻ പോവാ. അത് പോട്ടെ. തന്റെ സ്വഭാവം എന്താ മാറ്റില്ല അല്ലേ? തന്നെ എഴുതിന്റെ എനിക്കും നേരം വെളുത്തതിന് ശേഷം നയാ പൈസ കിട്ടിയില്ല. എന്ന് നമുക്ക് ഒരുമിച്ച് ചുറ്റാ. എന്നൊരു കാര്യം ചെയ്യാം, കിട്ടുന്നതിന്റെ പാതി തനിക്കും പാതി എനിക്കും. അതൊക്കെ പറയണോ? വല്ലതും കേൾക്കും. ഒരുത്തം വരുന്നു. റിപ്പറാണെന്നാ തോന്നുന്നത്. റിപ്പർ? എന്ത് റിപ്പർ? കൊട റിപ്പർ, വാച്ച് റിപ്പർ? താൻ എന്ത് റിപ്പറെ പറ്റി പറയുന്നു? കാപ്പി. കാപ്പി. ഇവിടുന്ന് വല്ലൊരു കാണും. എന്താ? ഈ വലിയവരുടെ മനസ്സും പാവങ്ങളുടെ ഭാവിയും നിശ്ചയിക്കാനാവില്ല. കുടുംബനില വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ പരി ചവിട്ടാനുള്ള യോഗ്യത മരുമകനില്ല. എന്നിട്ടും എന്റെ മകളെ അവന് കൊടുത്തുല്ലേ? അതെന്തിനാന്ന് ഞാൻ പറയാം. എടാ, ചരിത്രത്തിൽ ഒരു അലക്സാണ്ടർ ഉണ്ടായിരുന്നു. വെട്ടിപ്പിടിക്കാൻ രാജ്യമില്ലാഞ്ഞ് പൊട്ടിക്കരഞ്ഞവൻ. മാർഗത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ അലക്സാണ്ടറും
വ്യത്യസ്തനല്ലടാ. ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ആ എടാ മടയാ, അവനൊരു വിജിലൻസ് ഓഫീസറാണ്. എന്റെ മകൾക്ക് അവനെ ഭർത്താവാക്കിയത് എന്റെ ബിസിനസ്സിൽ ഏറ്റവും വലിയ ഉപകരണമാക്കാനാണ്. മനസ്സിലായോ? പ്ലീസ്, ഐ എം ഹാർഡ്ലി ടയർഡ്. ക്ഷീണോ? സാർ, ഈ ക്ഷീണം ഞാൻ ഇപ്പൊ മാറ്റി. അയ്യോ, ആരെങ്കിലും കാണുമെന്ന വിചാരം പോലും ഇല്ല. പേടിക്കുന്നതിന് നാട്ടുകാരും വീട്ടുകാരും നമുക്ക് ലൈസൻസ് തന്നതല്ലേ, പിന്നെന്താ? लीजिए महाराज, आपका पसंद का माल आ गया है. ये तो वही हीरे हैं जिसके बारे में मैंने आपसे कहा था. ये सुंदर है. അല്പം നേരം വെറുതെ ഇരിക്കില്ല. ഇരിക്കുന്നേ. അല്ല, എന്താ അവിടെ ഒരു ബഹളം? അപ്പച്ചന്റെ ഏതോ ബിസിനസ് പാർട്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിനകത്ത് വെച്ചാണോ നടത്തുന്നത്? നോൺസെൻസ്. ദേ, എന്റെ അപ്പച്ചനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അപ്പോഴേക്കും പെണ്ണ് ചൂടായല്ലോ. ഏതായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ എന്തെങ്കിലും നടക്കട്ടെ, നമുക്കെന്താ? എന്നാലും അങ്ങനെയല്ലോ. നിന്റെ അപ്പച്ചന്റെ സംഗീത ബിസിനസ് എന്താണെന്ന് എനിക്ക് കൂടി ഒന്ന് അറിയണമല്ലോ. എന്താ? ये भी देख लीजिए. ഇത് ഉള്ളാവ്. एक और भी है, देखिए. ये भी सुंदर. बहुत सुंदर. ये असली माल है? जी हाँ. ഹലോ, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഐ എം ടോണി സ്പീക്കിംഗ്. വെരി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. അതെ, യാ ഉടനെ വരണം. ലക്ഷക്കണക്കിന് രൂപയുടെ രത്നങ്ങളാണ് ബിസിനസ് ആകുന്നത്. ഉടനെ പുറപ്പെടണം. അതെ. എടാ പട്ടി, നിന്നെ ഞാൻ മരുമനാക്കിയത് എന്നെ ഒറ്റ കൊടുക്കാനല്ല. ഒരു വിജിലൻസ് ഓഫീസർ എന്ന നിലയിൽ നീ എന്നെ പരമാവധി സഹായിക്കുമെന്ന് ഞാൻ കരുതി. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു വിജിലൻസ് ഓഫീസറാണ്. എനിക്ക് എന്റെ ചുമതലകളാണ് മുഖ്യം. ഡോണ്ട് ടോക്ക് നോൺസെൻസ്. ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. എടാ, അട്ടയെ പിടിച്ച മെത്തേ കിടത്തി. നിനക്ക് സ്വപ്നം കാണാനാവത്താണ് എന്റെ മകളും അളവന്റെ സ്വത്തും. എന്നിട്ടും നീ നിങ്ങളുടെ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിൽക്കാമെന്ന എഗ്രിമെന്റ് എനിക്കില്ലായിരുന്നു. അത് പറഞ്ഞ് നീ എന്നെ തോപ്പിക്കാമെന്നാണോ? അല്ല, കൊള്ള ആര് ചെയ്താലും എനിക്ക് ഒരുപോലെയാണ്. മുഖം നോക്കാൻ നടപടിയെടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഓഹോ, ഞാൻ അത് നിന്നെ വിട്ടുവയ്ക്കില്ലടാ. നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ? എന്റെ ബിസിനസ്സിൽ കൈയെടുത്തുന്നവൻ ആരായാലും ശരി, അവൻ എന്റെ ശത്രുവാണ്. എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്. ടോണി, ഇനിയും നിനക്ക് ഒരവസരം കൂടി തരാം. നല്ലപോലെ ആലോചിച്ച് നോക്കൂ. നിന്റെ ജീവനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. ക്ഷമിക്കണം, എനിക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ മകളാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് എന്റെ ചുമതലകൾ. ഓഹോ, നീ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല അല്ലേ? ഇക്കാര്യത്തിൽ തീർച്ചയായുമില്ല. ടോണി, 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 എടീ, റോയ് പറഞ്ഞത് നേരാണോ? നീ മത്തായിയെ സംസാരിച്ചോന്നു? സംസാരിച്ചു. സമൂഹത്തിന്റെ മുന്നിൽ അവനൊരു കൊലയാളിയാണ്. സത്യത്തിന്റെ മുന്നിൽ മത്തായി നിരപരാധിയാണെന്ന് അപ്പച്ചൻ അറിയാമല്ലോ. നിനക്ക് സ്വാതന്ത്ര്യം കുറെ കൂടിപ്പോയി. എന്ത് സ്വാതന്ത്ര്യം? ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോകുന്നതോ? അപ്പച്ചന്റെ ക്രൂരതകൾ പുറത്തറിയുമെന്ന് കരുതിയില്ലേ എന്നെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? എന്നെ എന്തെങ്കിലും ദ്രോഹിക്കുന്നു? എന്നെ ആത്മഹത്യ ചെയ്യാനെങ്കിലും സമ്മതിക്കൂ, അല്ലെങ്കിൽ എന്നെ കൂടെ അങ്ങ് കൊല്ലൂ. അതും ചെയ്യാൻ ഞാൻ മടിക്കില്ല. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്റെ അപ്പച്ചന്റെ കൈകൊണ്ട് ഞാൻ മരിക്കാം. എന്റെ ഭർത്താവിനെ കൊന്ന ആ കൈകൊണ്ട് ഞാൻ മരിക്കാം. കൊല്ലൂ മോളെ. ആമന, എന്നും നമ്മളിങ്ങനെ കഴിയാന്നാണ്. പിന്നെ എങ്ങനെ കഴിയണം? നിക്കാഹ് കഴിഞ്ഞ് കെട്ടോളും കെട്ടോളായിട്ട് കഴിയണം.
നമ്മൾ ഇമ്മണി കാശ് സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉപ്പപ്പാനോട് പറയട്ടെ. അയ്യോ വേണ്ട വേണ്ട. അതെന്താ? എനിക്ക് നാണാവും. അനക്കല്ലേ നാണം, നമ്മളാണാണ്. എന്നാലും നിങ്ങളൊന്നും ചെയ്യും. എന്റെ ഇക്കാക്കയോട് പറ. അന്റെ ഇക്കാക്ക്? ഓ, മത്തായി ചേട്ടനോടോ? നിന്റെ ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞാ ഇക്കാക്ക എതിര് നിൽക്കൂല. എന്താണ് നിനക്ക് പറയണമെന്ന് വെച്ചാൽ അതങ്ങോട്ട് പറ. പറയാം. അതിനാണ് ഞാൻ വിളിച്ചിരുത്തിയത്. ആമിന പ്രായമായൊരു പെണ്ണാണ്. അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അത് നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേങ്കില് ആമിനയ്ക്ക് പറ്റിയ മാപ്പിളയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരെ? നമ്മുടെ കാതർകുട്ടി. ഓന നമ്മുടെ മടിയിരുന്ന് വളർന്ന കുഞ്ഞാണ്. അതെ, അതുകൊണ്ട് തന്നെ എന്നും അവൻ ഈ കുടുംബത്തിന് ഒരു തണലായിരിക്കും. നിക്കാതെ നടക്കണമെന്ന് വെച്ചാ പൈസ വേണ്ടേ? പൈസയുടെ കാര്യത്തിൽ വിഷമിക്കണ്ട. എനിക്ക് അവകാശപ്പെട്ട കുറച്ച് മുതലുണ്ട്. വേണ്ട മോനെ വേണ്ട. അതെന്താ പോക്കരിക്ക് അങ്ങനെ പറയുന്നത്? അമ്മന് ജീവിച്ചിരുന്നെങ്കിൽ അത് അവൾക്ക് ചേരേണ്ട മുതലാണ്. ഇന്ന് ആമിന എനിക്ക് അമ്മനെ പോലെയാണ്. എന്നാലും ഒരെന്നാലുമില്ല, ഈ വിവാഹം ഉടനെ നടക്കണം. ഇഷ്ടം പോലെ നടത്തിക്കോ. ഈ നിക്കാഹ് നീ തന്നെ നടത്തി തരണം. ആമിന, ഞാൻ കണ്ടു. നിന്റെ ഇഷ്ടമാണ് മോളെ, എന്റെയും ഇഷ്ടം. ഇക്ക അല്ല, ഇതൊരു പോക്കരിക്കായ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വിശേഷമുണ്ട്, അത് പറയാനാ നമ്മൾ വന്നത്. ആയിരിക്കും. വേണം നിന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇരുന്നങ്ങ് പറഞ്ഞാ മതി. ആ, ഇനി പറയൂ, കേൾക്കട്ടെ. ഞമ്മടെ മോളെ നിക്കാഹ് നിശ്ചയിച്ച് നാളെ ഉറപ്പിക്കില്ല. ഉയ്യാപ്പിള ഞമ്മളെ വളർത്തിയ പയ്യൻ തന്നെ കാതർകുട്ടി. ആ, നല്ല കാര്യം. റാണി, വരുന്നേ ഏട്ടാ. എന്താ ഏട്ടാ? ചായ കൊണ്ടുവരൂ. നമുക്ക് ചായ വേണ്ട. വക്കീൽ സാറിന്റെ അവിടെ ചായ കുടിച്ച് നിശ്ചയിച്ചിട്ട് സാറ് വരണം. ഞങ്ങൾ തീർച്ചയായും വരും. മോളി നമ്മളെ അറിയൂല, സാറ് പറയും. രണ്ടാളും വരണം. എന്തായാലും വന്നില്ലേ, ചായ കുടിച്ചിട്ട് പോകും. നമ്മൾ ഇനിയും വരും, അപ്പൊ കുടിക്കാം. അവ ഒറ്റയ്ക്കാ, എല്ലാ വേലയും മത്തായി. ആ, നെച്ചോറ് വെക്കുന്നത് ഞമ്മളാ. അപ്പൊ കേവമായിരിക്കും. ഞാൻ വന്ന് കാര്യമായിട്ട് വെട്ടുവിട്ടു. കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്? ഹോ, ഈ പണ്ടാരം പിടിച്ച ഷൂട്ട് കത്തണമില്ല. എൻ കരൾ വേദന മാറ്റാൻ എന്ത് വഴിയുണ്ട്? ഇന്ന് ഞാൻ എഴുതും. ബർക്കത്ത് വാങ്ങിയിട്ട് പോവാന്ന് വെച്ചാൽ അവളെ കാണുന്നില്ലല്ലോ. ആമന, ആമന,
അവനെ ഞാൻ കൊന്നു. ആമിനെ നശിപ്പിച്ചവനെ ഞാൻ കൊന്നു. എന്താ റബ്ബേ? ഇനി അവൻ ഒരു പെണ്ണിനെയും നശിപ്പിക്കാൻ പാടില്ല. അന്നേ അവന്റെ കഥ കഴിക്കേണ്ടതായിരുന്നു. നിനക്കെന്തെങ്കിലും ആപത്ത്? എനിക്കെന്നും സംഭവിക്കട്ടെ. കൊലക്കയറിൽ എന്റെ കഴുത്ത് കുരുങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചിലത് കൂടി ചെയ്തു തീർക്കാനും. ഞാനിവിടെ നിൽക്കുന്ന ആപത്താണ്. ഞാൻ പോകുന്നു. യുവർ ഓണർ, കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട മാത്യൂസ് സ്വസഹോദരി ഘാതകനും ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചയാളും സ്ഥലത്തെ പ്രധാനപ്പെട്ട റൌഡിയും സ്റ്റേഷൻ കേഡിയുമാണ്. ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കുക എന്നാൽ സാക്ഷികളെ പ്രലോഭിപ്പിച്ചോ ഭയപ്പെടുത്തിയോ തെളിവുകൾ നശിപ്പിക്കാനും കൂടുതൽ കുറ്റം ചെയ്യാനുമുള്ള അവസരം ബഹുമാനപ്പെട്ട കോടതി സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ കേസിന്റെ വിചാരണയും വിധിയും പൂർത്തിയാകുന്നതുവരെ പ്രതിയെ റിമാൻഡിൽ വെക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ ഗവൺമെന്റിന് വേണ്ടി ബോധിപ്പിക്കുകയാണ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. യുവർ ഓണർ, പ്രതിക്ക് ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ ഉന്നയിച്ച വാദങ്ങൾ അടിസ്ഥാനരഹിതവും ഒരു പൗരനെന്ന നിലയിൽ പ്രതിയുടെ അവകാശങ്ങളുടെ കടുത്ത ലംഘനവുമാണ്. മറ്റൊരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നത് ഒരാളുടെ മൗലിക അവകാശങ്ങളുടെ നിഷേധത്തിന് അടിസ്ഥാനമല്ല. സാക്ഷികളെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ തെളിവുകൾ നശിപ്പിക്കുക എന്ന വാദം നിലനിൽക്കുന്നതല്ല. കാരണം സ്ഥലം പോലീസ് ഇൻസ്പെക്ടറാണ് ഒന്നാം സാക്ഷി. യുവർ ഓണർ, ഈ കാരണങ്ങൾ കാട്ടി ജാമ്യം നിഷേധിക്കാൻ ആവശ്യപ്പെടുന്നത് പോലീസാണ്. അങ്ങനെയെങ്കിൽ സാക്ഷിയെ പ്രഥമ വിസ്താരത്തിന് അനുവദിക്കണമെന്നാണ് എന്റെ ആവശ്യം. യെസ്, പ്രൊസീഡ്. സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ, സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ, സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ. കൊല്ലപ്പെട്ട റോയിയെ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന മാത്യൂസ് കൊല ചെയ്യുന്നത് നിങ്ങൾ കണ്ടു, അല്ലേ? അതെ, ജാമ്യം കിട്ടിയാൽ പ്രതി തെളിവുകൾ നശിപ്പിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. അതെ. നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ പ്രതി നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കഴിവുകളുണ്ടായിരിക്കില്ലേ? പ്രതി പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ തെളിവുകൾ നശിപ്പിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ അർത്ഥം ഈ കേസിന്റെ പ്രധാന സാക്ഷിയായ നിങ്ങൾ പ്രലോഭനങ്ങൾക്ക് മയങ്ങുന്നവനും ഭീഷണിയിൽ ഭയപ്പെടുന്നവനുമാണെന്ന് തുറന്നു സമ്മതിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുള്ള പല കേസുകളും ശിക്ഷിക്കപ്പെടാൻ പോയതിന്റെ രഹസ്യം നിങ്ങളെ പ്രലോഭിപ്പിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആയിരിക്കുമല്ലേ? ഐ ഒബ്ജക്ട്, യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. ഇത്തരം ആരോപണങ്ങൾക്കുള്ള പ്രസക്തിയില്ല. പ്രശ്നങ്ങളുടെ ഗൗരവം എന്റെ ആരോപണങ്ങൾക്ക് പ്രസക്തി ഉണ്ടാക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇത്തരം കഴിവുകേട് ഒരുപക്ഷെ ഒരു നിരപരാധിയെ കഴിവരം കയറ്റാൻ കാരണമായേക്കാം. ഈ കേസിലെ പ്രതി മുൻ കുറ്റവാളി എന്നതോ ജാമ്യം കിട്ടിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നതോ കോടതിയിൽ നിലനിൽക്കുന്ന വാദമല്ല. പ്രതികാരമാണ് പ്രതിയുടെ വികാരം. വിട്ടയക്കപ്പെട്ടാൽ ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഉണ്ടാകാവുന്ന കുറ്റങ്ങൾ മുൻകൂട്ടി കാണാനും ആ തടയാനുമുള്ള കഴിവ് നമ്മുടെ പോലീസിനുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. പക്ഷേ ഇത് രണ്ടും ഇവിടെ നടക്കാറില്ല. നടന്നിരുന്നെങ്കിൽ നമ്മുടെ കോടതികളിൽ കേസ് കെട്ടുകൾക്കൊന്നും കൂടില്ല. നമ്മുടെ ജയിലറകൾ ശിക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് നിറഞ്ഞു കവിയില്ല. ഇത്തരം മഹത്തായ നീതിന്യായ സ്ഥാപനങ്ങൾ പോലും ഉപയോഗമില്ലാതാകുമായിരുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഈ കേസിന് കാരണമായ റോയിയുടെ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു. റോയിയാൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട ഒരു സാധു പെൺകുട്ടിയുടെ ജീവനും മാനവും രക്ഷിക്കാമായിരുന്നു. നമ്മുടെ പോലീസിന്റെ ഭാവനകൾ പലതും ശരിയെന്ന പോലെ തന്നെ പകുതിയിലേറെ തെറ്റാണ്. ഇത്തരം തെറ്റായ കണക്കൂട്ടലാണ് പ്രതിയുടെ ജാമ്യ നിഷേധത്തിന് കാരണമാക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ദയക്കും ജാമ്യത്തിനും എന്റെ കക്ഷി അർഹനാണെന്നുള്ളതാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ജാമ്യവാദത്തുമേലുള്ള തീർപ്പ് കൽപ്പന അടുത്ത 12-ാം തീയതി. മത്തായിക്ക് ജാമ്യം കിട്ടരുതെന്ന് ആഗ്രഹിച്ചത് ഞാൻ അവനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അവനെ കൈവിനും കൂടെ കാണാനുള്ള കരുത്ത് എനിക്കുമില്ലടാ. ആ കൈകളിൽ വിലങ്ങിടുമ്പോൾ എനിക്കുള്ള വേദന നീ ഒന്ന് മനസ്സിലാക്കൂ. മത്തായിയുടെ കൈകൾ സ്വതന്ത്രമായാൽ എനിക്ക് നിനക്കും അവൻ നഷ്ടപ്പെടും. രാജാ, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമാണ് അവൻ. കൂടുതൽ കുറ്റങ്ങളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ഞാൻ മറ്റൊരു മാർഗവും കണ്ടില്ല. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത്? മരിച്ചത് എന്റെ മകനാണ്. കൊന്നവനെ രക്ഷിക്കാൻ എന്റെ അഡ്വക്കേറ്റ് പോകുമെന്ന് വെച്ചാൽ? ഒരു വക്കീൽ എന്ന നിലയിൽ എന്റെ സ്വാതന്ത്ര്യം ആർക്കും തീരെഴുതി തന്നിട്ടില്ല. എനിക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി ഞാൻ ബാധിക്കും. ഓ, മിസ് ഇന്ദ്രപാലൻ, ഐ ഷാൽ ട്രൈ ടു റിഫ്രഷ് യുവർ മെമ്മറി. ഇതേ മുറിയിൽ വെച്ച് മുൻപൊരിക്കൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ആണെന്ന്. നിങ്ങൾ ചെറുപ്പമാണ്, ഇനി വളരെ കാലം ജീവിക്കണം. ഭീഷണിപ്പെടുത്തിയാണോ? സോറി, മറ്റു വഴികൾ നിങ്ങൾ അടയ്ക്കുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും അനുസരിക്കും. മിസ്റ്റർ അലക്സാണ്ടർ,
ആത്മാഭിമാനം പറ്റി 50 വർഷം ജീവിക്കുന്നതിനേക്കാൾ ഭേദമാണ് അന്തസ്സോടുകൂടിയുള്ള മരണം. ഐ ആം റെഡി ടു ഫേസ് ഇറ്റ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ വക്കീലല്ല. സോ ഗുഡ് ബൈ. സോ യു മീൻ ഇറ്റ് കൗൺസിലർ. ഗുഡ് ലക്ക്. വക്കീൽ സർ, മാത്യൂസിന് ജാമ്യം കിട്ടുമോ? വാദം കേട്ടതിന് ശേഷം ജാമ്യക്കാരുണ്ടെങ്കിൽ ഒരുപക്ഷെ കിട്ടിയേക്കാം. കേട്ടോ മുതലാളി, മത്തായിക്ക് ജാമ്യം കിട്ടുമെന്നാണ് കേൾക്കുന്നത്. എങ്ങനെ കിട്ടാതിരിക്കും? ഇന്ദ്രവാത്സവന്റെ വാദം എന്തായിരുന്നു? കോഴി വഴിയ പോലെ അയ്യോ വഴിയത്. ബുദ്ധി തന്റെ ഇവിടെ നിന്ന് ഇറങ്ങിയതായിരിക്കും. അത് പിന്നെ ഇറക്കാതിരിക്കാൻ പറ്റുമോ? ഉറക്കൊഴിഞ്ഞിരുന്ന് നിയമം പഠിച്ചാലും വകുപ്പ് പിടി കിട്ടാതെ വരുമ്പോ എന്നോട് ചോദിച്ചു. എത്രയായാലും എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പയ്യനാണല്ലോ വക്കീലെന്ന് വിചാരിച്ച് ഞാൻ. എടാ, തിന്ന ചോറിന് നന്ദി വേണം. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഈ കേസിൽ നിങ്ങൾ ഒരു കേസിൽ ഞാനൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. നിർത്തോ. നിർത്തി. എന്നെ വിശ്വസിക്കണം മുതലാളി, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ അടുത്ത് നേരെ വഴിക്ക് ഒന്നുമില്ലെന്ന് മുതലാളിക്ക് എല്ലാം അറിയാമല്ലോ. അവന് ജാമ്യം കിട്ടാതിരിക്കാൻ എനിക്കൊരു വഴി തോന്നുന്നു. വളർന്നതോ കോടതി തീരുമാനിച്ചാലും ജാമ്യത്തിൽ എടുക്കാൻ ആളില്ലെങ്കിൽ അവൻ എങ്ങനെ വെളിയിൽ വരും? അല്ല, ഈ നാട്ടിലെ മുതലാളിയെ ധിക്കരിച്ച് അവനെ ജാമ്യത്തിൽ എടുക്കാൻ ഒരാളും വരില്ല. അത് ഉറപ്പാണ്. ശരിയാണ്. അവന് ജാമ്യം നിൽക്കാൻ പോകുന്ന പട്ടികൾ ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനും നോക്കട്ടെ. ഈ കേസിലെ പ്രതി ജാമ്യത്തിന് അർഹനാണെന്ന് കോടതി കരുതുന്നു. ജാമ്യക്കാർ ആരാണ്? എന്താണ് പേര്? ഉത്തരവ്. നമ്മുടെ പേര് പോക്കർകുട്ടി എന്നാ. അടുത്ത ജാമ്യക്കാരൻ ആരാണ്? ജാമ്യക്കാരി നിന്റെ ആങ്ങളുടെ കാവകന് നീ ജാമ്യം നിൽക്കും. എന്റെ ജീവനെടുക്കാൻ നടക്കുന്നവന് നീ കൂട്ടുനിൽക്കുമല്ലേടി? നീ എനിക്ക് ആരുമല്ല, എന്റെ ശത്രുവാണ്. നീ ജീവിക്കരുത്. എന്നെ ഞാൻ കൊല്ലും. നിന്റെ സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. അതിനുള്ളിൽ സ്വന്തം ചോര തന്നെ മുത്തിക്കുടിക്കാനുള്ള ആർത്തിയല്ലേടാ? നിഷ്കളങ്കയായ എന്റെ പെങ്ങളെ നീ ചവിട്ടിക്കുന്നു. ചെയ്യാ കുറ്റത്തിന് കള്ളക്കേസിൽ കുടുക്കി എന്നെ നീ തുറുങ്കിലടച്ചു. നിന്റെ രഹസ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരുങ്ങിയ സ്വന്തം മരുമകനെ നിഷ്കളവൻ നീ വെടിവെച്ചുകൊണ്ടു. ഇപ്പോഴാ സ്വന്തം മകളുടെ നാക്ക് ചവിട്ടി താഴ്ത്തി കൊല്ലാക്കൊല ചെയ്യാൻ ഒരുപ്പെടുന്നു. എന്ത് ദ്രോഹം ചെയ്താലും എന്റെ അപ്പച്ചനാണ്. മാത്യൂസ് പോകൂ. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് ജാമ്യം കിട്ടരുതെന്ന് രാജൻ ആഗ്രഹിച്ചതും അപ്പോൾ മുതൽ നിന്നെ പിന്തുടർന്നതും. ലക്ഷ്യത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. എന്നാണ് അത്ര മഹത്തായ നിന്റെ ഈ ലക്ഷ്യം? മറ്റൊരു കൊലപാതകം കൂടി. നിന്റെ ഈ കൊലവിളിയുടെ അർത്ഥം? നീ ഞങ്ങളിൽ എന്തോ മറച്ചു വെക്കുന്നു. നിനക്കെന്ത് പറ്റി? എന്നോട് പറയടാ. പറയാം. എന്റെ സഹോദരിയെ കൊന്നുവെന്ന കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചവനാണ് ഞാൻ. അതെന്നേ കഴിഞ്ഞ കാര്യം അല്ല. അവളുടെ മരണവും എന്റെ ശിക്ഷയും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ പെങ്ങളുടെ ഘാതകൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. മാത്യൂസ്. ഇന്ദ്രൻ, ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്റെ വഴി മറ്റൊന്നാണെന്ന്. എന്നെ മറന്നേക്കൂ. പിന്നെ എന്റെ പേരിൽ നീ ഒരിക്കലും രാജനുമായി പിണങ്ങരുത്. അവൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എനിക്കതറിയാം. അപ്പോൾ എല്ലാം നീയും കേട്ടു.
രാജൻ, നിനക്കെന്നല്ല ആർക്കും എന്നെ രക്ഷിക്കാനാവില്ല. എന്നെ കാത്തിരിക്കുന്നത് കൊലക്കയറാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി? എന്നൊരു വെറുപ്പാണോ? ഇല്ല, ഒരിക്കലുമില്ല. നമുക്ക് പരസ്പരം വെറുക്കാനാവില്ല. നമ്മൾ ഇന്ന് ഒന്നാണ്. ഒന്ന് ചിരിക്കടാ. നീ ചിരിക്കടാ. ഇല്ല അല്ലേ? ഞാൻ ചിരിക്കാം. ഞാൻ ചിരിക്കാം. പോക്കരക്ക, ഞാനീ നാട്ടിൽ നിന്ന് പോവാണിക്കാം. എനിക്കിവിടെ നിൽക്കാനാവില്ല. ഒരുപാട് പേര് നമ്മൾ വളർത്തിയ ആളാക്കി. ഒടുവിൽ നമ്മളെ മയ്യത്തിറക്കാൻ ആരും ഉണ്ടാവില്ല. പൊയ്ക്കോളാ, നീയും പോടാ. പോക്കരക്ക, മോനെ, ഇല്ലേക്ക, നമ്മൾ പോണില്ല. ഇക്കനി തല്ലി ഓടിച്ചാലും നമ്മൾ പോവില്ല. മോനെ. മിസ്റ്റർ അലക്സാണ്ടർ, യെസ്. സമൂഹത്തിൽ വിറ്റഴിയുന്ന എല്ലാ വസ്തുക്കളുടെയും കൃത്രിമോൽപ്പന്നം നിങ്ങളുടെ ഫാക്ടറി നടക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചുള്ള ഇൻഫർമേഷൻ. അത് വൻതോതിൽ നിങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുമുണ്ട്. ഇല്ല, അത് എന്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നതാണ്. പുറം അവഖ്യാതികളുടെ പേരിൽ ഞങ്ങൾ ആരെയും അറസ്റ്റ് ചെയ്യാറില്ല. ഞാൻ നിരപരാധിയാണ്. ഐ എം എ ലോ അബൈഡിംഗ് സിറ്റിസൺ. അത് തെളിയിക്കപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ബിസിനസ്സും റെക്കോർഡുകളും ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സാർ, കോടിക്കണക്കിന് രൂപയുടെ വാർഷിക ബിസിനസ് ചെയ്യുന്ന താങ്കൾ കള്ളക്കണക്കിൽ കാട്ടി നീതി വെട്ടിപ്പ് നടത്തി വരുന്നുണ്ട്. കൃത്രിമ രേഖകൾ ഉണ്ടാക്കി റോ മെറ്റീരിയൽസ് മധ്യ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഇല്ല സാർ, ഇല്ല. ഇതെല്ലാം വെറുതെയാണ്. വരൂ, നമുക്ക് അല്പം കാപ്പി കുടിച്ച് സംസാരിക്കാം. നോ താങ്ക്സ്. നിങ്ങളുടെ റെക്കോർഡ് തരൂ. സാർ, മുതലാളി കുന്നംകുളത്താരനാന്ന് അറിഞ്ഞുകൊണ്ട് അവര് മനഃപൂർവ്വം പറയുന്നതാ. പക്ഷേ പച്ചുപിള്ളേ, അവർ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. എന്നാ നമുക്ക് പരിപാടി കൂടെ നിർത്താം. എന്ന് വെച്ചാൽ നമുക്ക് നാട് നീളെ പ്രൈവറ്റ് ആശുപത്രികൾ സ്ഥാപിക്കാം. ഏതെങ്കിലും കമ്പൗണ്ടർമാരെ വളച്ചൊടിച്ച് ഡോക്ടറാക്കാം. ഇപ്പോഴത്തെ പൂജക്കാരെക്കാൾ വേറെ കാലം അവർക്ക്. എടോ, താൻ ആവശ്യത്തിന് സംസാരിക്കുക. ആശുപത്രി വണ്ടി ഇതിന് എന്ത് ബന്ധം? ബന്ധമുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ സാധനങ്ങൾ ഉപയോഗിച്ചവരെല്ലാം കിടപ്പിലാണ്. സിഗരറ്റ് കഴിച്ചവന്റെ എല്ലാം തൊണ്ട പഴുത്ത്, വല്ല വേദനസമാരി ഗുളിക കഴിച്ചവന്റെ എല്ലാം ഹോട്ടലിൽ പഴുത്ത് അലിഞ്ഞ് നാറി കിടപ്പിലായിരിക്കും. ആ നിലയ്ക്ക് ആശുപത്രിക്ക് എങ്ങനെയാണ് മാർക്കറ്റ്? എടോ, തൽക്കാലം വന്ന ആപത്തിൽ നിന്ന് വല്ല വിധേനയും തല ഊരിയാൽ മതി എന്ന് പറയാൻ ഞാനിരിക്കുന്നത്. ഇതിന് കൊള്ളൂല. ഓളാമ്പി ഇവിടെ ഉണ്ടോന്ന് എടോ, അവിടെയല്ല, പുറത്ത്. ഞാൻ വേറെ വാക്യം പറഞ്ഞപ്പോ അലവലാതി. മിസ്റ്റർ ഇന്ദ്രപാലൻ, അലക്സാണ്ടറുടെ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ മാത്രം നിങ്ങളെ ഞങ്ങൾക്ക് കാണാനാവില്ല. അയാൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കൃത്രിമരേഖകളിലും നിങ്ങളുടെ പങ്ക് പകൽ പോലെ പരമാർത്ഥമാണ്. ഒരിക്കലും ഞാൻ അതിന് കൂട്ടുവന്നിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞേക്കും, പക്ഷേ രേഖ സംസാരിക്കുന്ന മറിച്ചാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ക്ഷമിക്കണം, ഇത് നിങ്ങളുടെ കയ്യൊപ്പുകളല്ലേ? മിസ്റ്റർ ഇന്ദ്രപാലൻ, നിയമത്തിന്റെ ഊരാക്കുടുക്കിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടു കളയാമെന്ന് കരുതി അല്ലേ? പക്ഷേ ഞാൻ നിങ്ങളെക്കാൾ ബുദ്ധിമാനാണ്. ഞാൻ നിങ്ങൾക്ക് നിയമത്തിന്റെ വശങ്ങൾ മാത്രമേ ഉപദേശിച്ചു തന്നിട്ടുള്ളൂ. അതെ, എനിക്ക് നിങ്ങൾ ശമ്പളം മാത്രമേ തന്നിട്ടുള്ളൂ. അതെ. പിന്നെ ആ കൃത്രിമരേഖകൾ എന്റെ പേര് എങ്ങനെ വന്നു? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ടെന്ന്. കുറ്റങ്ങളുടെ മുൻപിൽ നമ്മളിപ്പോ തുല്യരാണ്. മുതലാളി, ഇനിയുള്ള ലാഭവിഹിതം നമുക്ക് തുല്യമാക്കാം. വേണ്ട, എന്നെ നിങ്ങൾക്ക് അതിന് കിട്ടില്ല. വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഒരു കാര്യം, നിയമത്തിന്റെ ഈ ചുഴിയിൽ ഞാനുണ്ടെങ്കിൽ ഒറ്റയ്ക്കായിരിക്കില്ല,
മുതലാളി, നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ, നമുക്ക് രക്ഷപ്പെടാം. ബട്ട് ദർ ഈസ് വൺ കണ്ടീഷൻ. നിങ്ങളുടെ കഴിവും സ്വാധീന ശക്തിയും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. what do you mean? What I mean is, മത്തായിയുടെ കേസ് നിങ്ങൾ വാദിക്കാൻ പാടില്ല. SI രാജശേഖരനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. Understand what I mean? ആ, എന്താ ഇങ്ങോട്ടൊക്കെ? കേസിന്റെ അവധി എന്നാണാവോ? വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഇരിക്കപ്പെടുത്തി വരുന്നില്ല. ഇരിക്കൂ. പോക്കിരിക്ക, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാ പറഞ്ഞോളി. ഈ കേസിന് മറ്റൊരു വക്കീലിനെ വെക്കുന്നതാണ് നല്ലത്. എനിക്കും മത്തായിക്കും അതാണ് നല്ലത്. എന്നേക്കാൾ കഴിവുള്ളവർ ധാരാളം പേരുണ്ട്. സാറിനേക്കാൾ കഴിവുള്ളവരുണ്ട്, പക്ഷെ മനസാക്ഷിയുള്ളവരില്ല. ഈ കേസ് സാറ് വാദിച്ചാൽ മതി. ഇല്ല, ഈ കേസ് കൈകാര്യം ഞാൻ എനിക്കാവില്ല. സാർ, നമ്മളെ കുടിൽ നിൽക്കുന്ന ഇടം വിറ്റ് നമ്മൾ പീസ് തരാം. മത്തായിയെ രക്ഷിക്കണം. എനിക്കിത് കഴിയില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഈ വക്കാലത്ത് ഞാൻ ഒഴിയുക. പച്ചോളെ, ഓ എന്തോ? ആ മത്തായിയുടെ കേസ് കെട്ടുകൾ മത്തായിയുടെ വീട്ടിൽ തന്നെ തിരിച്ചുകൊണ്ട് കൊടുത്തേക്കും. അപ്പോ സാറാ കേസ് വിട്ടോ? ഇനി അവന് കൊലക്കയറ് തന്നെ. പച്ചോളെ, നീ ആ കേസ് വിട്ടുന്നു. എടാ, ആണായാൽ നട്ടില് വേണം. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യണം. നിനക്ക് പണമല്ലേ ആവശ്യം? ഞാൻ തരാം. നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഇനി എന്ത് മനസ്സിലാക്കാൻ? മാത്യൂസിനെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. ഈ കേസിൽ മാത്യൂസിനെ ശിക്ഷിക്കൂ. കോടതിയോ ശിക്ഷയോ മത്തായി പ്രശ്നമാക്കിയിട്ടില്ല. വെറു പിടിച്ച പ്രതികാരമാണ് അവന്റെ രോഗം. അതുകൊണ്ട് സ്വന്തം ജീവൻ പോലും പ്രശ്നമില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ത്യൻ അതെ, ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ നമ്മൾ തെറ്റായ വഴിയിലാണ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ റാണി, ഞങ്ങളടുത്ത് സംസാരിക്കും. എടാ, നാടോടുമ്പോൾ നടുവേ ഓടണം. പണക്കാരുടെ താല്പര്യങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അലക്സാണ്ടർ മുതലാളിക്ക് പണമുണ്ട്, ഉന്നതങ്ങളിൽ സ്വാധീനമുണ്ട്. അയാളെ വെറുപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. അത് ശരി. ആ കേൾക്കട്ടെ. ഇത്തരക്കാരോട് ഒട്ടി നിന്ന് പണവും പദവിയും സമ്പാദിച്ചവരാണ് നമുക്ക് ചുറ്റും. എന്തുകൊണ്ട് നമുക്ക് അഭിപ്രായങ്ങൾ മാറ്റിക്കൂടാ? അപ്പൊ ചുരുക്കം ഞാനും നിന്നോട് ചേരണം. പണക്കാരന്റെ നിർദ്ദേശം നിയമപാലനമാകണം. നിരപരാധികളോട് നിഷ്കരണമായി പെരുമാറണം. കുറ്റക്കാരന് കൂട്ടുനിൽക്കണം. അപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടും, ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കിട്ടും. അല്ലേ ഇന്ദ്രൻ? നിന്റെ ഈ അധപതനത്തിൽ എനിക്ക് സഹതാപമുണ്ട്. നിനക്കിതിപ്പോ എന്നോട് പറയാനുണ്ടായ ചങ്കുറ്റമുണ്ടല്ലോ, അത് നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ടാണ്. അതിപ്പോ തീർന്നു. രാജൻ, ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. നമ്മൾ തമ്മിലുള്ള എല്ലാ സ്നേഹബന്ധങ്ങളും അവസാനിച്ചിരിക്കുന്നു. മേലാൽ നീ എന്നെ കാണരുത്. Get out. രാജാ, I say you get out. ഇന്ദ്രേട്ടൻ ഇങ്ങനെ തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. ഇതേ നീയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കോ? ഇല്ല, നന്നായിട്ട് തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. എനിക്ക് നിന്നോട് ചിലത് പറയണമെന്നുണ്ട്. എനിക്കറിയാം എന്താണ് പറയാനുള്ളതെന്ന്. ജീവിക്കണമെങ്കിൽ പണം വേണം, പണക്കാരോട് ഒട്ടി നിൽക്കണം എന്നൊക്കെയല്ലേ. മനസ്സിലായിടത്തോളം ധാരാളം മതി. അത്ര പെട്ടെന്ന് മുറിച്ചു കളയാനാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? അത്ര അഗാധമല്ലെന്ന് കരുതിക്കോളൂ. ഇതേ, നിങ്ങളൊരു മനുഷ്യനാണോ? അന്തസ്സുള്ളൊരു പുരുഷന്റെ ഭാര്യയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അല്ല. എടാ പട്ടി, നിന്നെ അങ്ങനെ വിളിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്. കാരണം ആ ജന്തുവിന് നിന്നേക്കാൾ നന്ദിയും വിവേകവുമുണ്ട്. നീ എനിക്ക് വേണ്ടി കേസ് വാദിക്കായിരുന്നതിൽ എനിക്ക് ദുഃഖമില്ലടാ. അതിന്റെ വിധിയും കാത്ത് കഴിയുന്നവനല്ല ഞാൻ. പക്ഷെ നീ
നീ ചെന്ന് നിൽക്കുന്ന നേരമുണ്ടല്ലോ, അത് നിന്റെ നരകമാണ്. അലക്സാണ്ടർ നിന്റെ ആരാണടാ? തന്തയോ? ആയിരക്കണക്കിന് മനുഷ്യനെ മാറാരോഗികളാക്കി മാറ്റിയ രാക്ഷസൻ, എന്റെ പെങ്ങളുടെ ഘാതകൻ, നിന്റെ സ്നേഹിതനെ ജയിലിലയച്ചവൻ, സ്വന്തം മകളെ വിധവയാക്കിയവൻ, അവന്റെ എച്ചിലിന് വേണ്ടി വാലാട്ടി നിൽക്കുന്ന നീ. ഇല്ല, നിനക്ക് നിന്റെ യജമാനനെ കാണാനാവില്ല. മാത്യൂസ്, കുറയ്ക്കാനടാ. എല്ലാം നശിച്ചു. ഇടാ വേലു, കൃഷ്ണ, കൃഷ്ണ, എവിടെ പോയി തുറന്നിരിക്കാനാ നീയൊക്കെ? എന്തു പറ്റി മുതലാളി? വേഗം വാ, അവനെ ജീവനോട് വിടരുത്. വാ. ഇതാ നിന്നെ ഭയപ്പെടുത്തിയ രേഖകൾ, നിന്നെ നീയല്ലാതാക്കിയ രേഖകൾ. എനിക്കറിയാമായിരുന്നു ആ മുതലാളി നിന്നെ ബുദ്ധിപൂർവ്വം കുരുക്കുകയാണെന്ന്. ഇനി ഇത് ഉപയോഗിച്ച് നിന്നെ ഒരിക്കലും അയാൾക്ക് ഭീഷണിപ്പെടുത്താനാവില്ല. മാത്യൂസ്, അല്ലെങ്കിൽ തന്നെ ഇതിനെ ഞാൻ ഭയപ്പെടുന്നില്ല. ഈ കടലാസുകളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണല്ല. ഒറിജിനൽ രേഖകൾ ഇതിനൊരു ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു. നിനക്ക് വിശ്വാസമാവുന്നില്ല അല്ലേ? ഞാൻ പറയാം. അയാളുടെ ബിസിനസ് കാവട്യങ്ങളിൽ ഒരിക്കലും എനിക്ക് പങ്കില്ലായിരുന്നു. എന്നിട്ടും നിനക്കെതിരായി എന്നെ നിർത്താൻ ഇതിന്റെ പേര് പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ ഭയന്നതായി നടിച്ചു. അയാളുടെ വിശ്വാസം നേടാൻ നിന്നെയും രാജനെയും ഞാൻ വെറുപ്പിച്ചു. വിജിലൻസായി വേഷം കെട്ടിയവർ എന്റെ സുഹൃത്തുക്കളായിരുന്നു. എന്റെ ശ്രമം പാഴായില്ല. അലക്സാണ്ടറുമായിട്ടുള്ള അടുപ്പ് ഉപയോഗിച്ച് ഈ ഡ്യൂപ്ലിക്കേറ്റുകൾ അവിടെ വെച്ച് ഒറിജിനൽ ഡോക്യുമെന്റ്സ് വിജിലൻസ് എത്തിച്ചു. ഇന്ദ്രൻ, പ്രതികാരദാഹത്തിനായി നിന്റെ കൊലക്കത്തിക്ക് അയാൾ ഇരയാകുന്നതിന് മുമ്പേ 1000 കൊല്ലാക്കൊലകളുടെ കുറ്റം ചുമത്തി അവൻ നിയമത്തിന്റെ കരങ്ങൾ കുരുങ്ങണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. മാത്യൂസ്, അവനെ ശിക്ഷിക്കുക മാത്രമായിരുന്നില്ല, നിന്നെ രക്ഷിക്കുവാനും കണ്ട വഴി അതൊന്ന് മാത്രമാണടാ. ഇന്ദ്രൻ, എന്നോട് ക്ഷമിക്കൂ. ഇന്ദ്രൻ, എന്നോട് ക്ഷമിക്കൂ. മാത്യൂസ്, എന്നോട് ക്ഷമിക്കൂ. എടാ, എവിടാ മത്തായി? ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? Bloody idiot. എടാ, മര്യാദയ്ക്ക് സത്യം പറയാൻ നിനക്ക് നല്ലത്. നമുക്ക് അറിയില്ല മുതലാളി. നിനക്കറിയില്ല അല്ലേ? അവൻ ഒരുപക്ഷെ വക്കീലിന്റെ വീട്ടിൽ കാണും. ഇതിനകത്ത് രേഖകൾ ഇരിപ്പുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് ജാമ്യരാകണം. പികരാത്തി പറഞ്ഞോലെ നമ്മുടെ പുറക്ക് തീ വെക്കല്ലേ. ഒഴിക്കണ വേഗം. നമ്മുടെ പുറകിൽ ഒരു രഹസ്യമില്ല മുതലാളി. ഇൻസ്പെക്ടർ രാജശേഖർ ഹിയർ. ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അലക്സാണ്ടർ കസ്റ്റഡിയിലെടുക്കണം. അലക്സാണ്ടർ അറസ്റ്റ് വന്നു. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവ് മാത്രമല്ല, സമയാസമയം നമുക്ക് വിവരങ്ങൾ എത്തിച്ചേരുകയും ഡോക്യുമെന്റ് ഹാജരാക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് ഇന്ദ്രപാലിനോട് നന്ദി പറയൂ. എന്താ വിശേഷം? നമ്മൾ ഇന്ദ്രനെ തെറ്റിദ്ധരിക്കായിരുന്നു. എന്താ ഓർഡറിക്ക? ആ ഇബിലീസ് പിടിച്ച മുതലാളി വക്കീൽ സാറെ കൊല്ലാൻ പോയിരിക്കുക. അലക്സാണ്ടർ? അതേടാ അലക്സാണ്ടർ. ഇതെങ്ങനെയോട് വന്നു? ചോദിച്ചു കേട്ടില്ലേ? ഇതെങ്ങനെയോട് വന്നു? ഇതിവിടെ ഇരുന്നാൽ എന്താ? അതുകൊണ്ട് ഒരു കുഴപ്പം വരാനില്ല. അത് നിശ്ചയിക്കുന്ന നീ അല്ല. ആർക്കും നിശ്ചയിക്കാം. കാരണം ഇതൊന്നും ഒറിജിനൽ അല്ല. ഒറിജിനൽ വിജിലൻസിന്റെ കയ്യിൽ. അപ്പോൾ നീ എന്നെ വഞ്ചിക്കായിരുന്നു. മുതലാളി, നിങ്ങളെ വഞ്ചിക്കാനാവുമോ? ബുദ്ധിമാനല്ലേ? ഇന്ദ്രൻ, വഞ്ചനയെ വഞ്ചന കൊണ്ട് നേരിടാൻ എന്നെ പഠിപ്പിച്ചത് നിങ്ങളാണ്. സാരമില്ല, നമ്മൾ രണ്ടുപേരും തുല്യ കുറ്റവാളികളല്ലേ, ഒരുമിച്ച് മുങ്ങാം. നീ എന്നെ ചതിച്ചു. ചുമ്മാ പിടയ്ക്കാൻ മനുഷ്യ. ഇനി നിങ്ങൾക്ക് 2 വഴികളേ ഉള്ളൂ. നിങ്ങൾ ചെയ്തിട്ടുള്ള കൊടും ക്രൂരതയ്ക്ക് നിയമത്തിന്റെ കയ്യിൽ നിന്ന് ശിക്ഷ വാങ്ങണം, അല്ലെങ്കിൽ പ്രതികാരത്തിന് മുമ്പിൽ ജീവൻ തന്നെ കൊടുക്കണം. രണ്ടും സാധ്യമല്ല. ഐ ആം അലക്സാണ്ടർ. രണ്ടിലൊന്നും നടന്നേ തീരൂ. ഇന്ദ്രൻ, 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 ഇന്ദ്രൻ.
ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ. എല്ലാവരും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഈ ബേട്ടേതാണെന്നറിയാം. നിനക്ക് വേണ്ടിയാണ് വർഷങ്ങളോളം ഞാനിത് സൂക്ഷിച്ചത്. ഇത് അന്ന് നീ എന്റെ സഹോദരിയെ കൊന്നത്. ഇത് എന്നെ ചതിച്ച് ജയിലിലാക്കിയത്. ഇത് ഈ നാട്ടുകാരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന നിന്റെ വ്യാജ വ്യവസായത്തിന്. അയ്യോ